ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് DGM ആയിട്ട് റിട്ടയർ ചെയ്ത എക്സിക്യൂട്ടീവ് ആണ്. ഞാനിപ്പോൾ ആ, അടുത്ത കാലത്ത് IBSൽ അക്കാഡമിക് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. എനിക്കറിയാം എൻ്റെ മുന്നിൽ ഞാനിപ്പോൾ അഭിസംബോധന സംസാരിക്കുന്നത് CIB നേരത്തെ അറ്റംപ്റ്റ് ചെയ്ത് വിജയിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്ക് പല കാരണങ്ങൾ കൊണ്ടാവും ഒരു ഒരു കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിയ ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ ഒരു 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 ഇൻട്രോസ്പെക്ഷൻ എന്തുകൊണ്ടാണ് തോറ്റു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് നിങ്ങൾ തന്നെ ഒരുപക്ഷെ അതിന്റെ ഒരു അപഗ്രഥനം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളും IBSന്റെ പാർട്ടിയിൽ നിന്നും ഞങ്ങൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം CIBയുടെ ഒരു തുറന്നു പറഞ്ഞ സക്സസ് റേറ്റ് കുറച്ച് കുറഞ്ഞത് എന്നുള്ളത് ഞങ്ങളും ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ പല കാരണങ്ങളുണ്ടാകും. അതായത് ഇപ്പൊ തന്നെ ഞാനിപ്പോ സംസാരിക്കുന്ന ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു വിഭാഗം ആദ്യമേ തൊട്ടേ ഒരു ക്ലാസ്സസ് റെഗുലർ ആയിട്ട് ചിലപ്പോൾ ചെറിയ റീസൺസ് ഉണ്ടാവാം, ടൈമിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നിരിക്കണം. ഒരു കൂട്ടർ ഒരു പക്ഷെ പകുതി വഴിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം അത് ഏകദേശം ഉപേക്ഷിച്ച പോലെ ആണ്. പിന്നെ ഇതെല്ലാം അല്ല, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് എഴുതിയ ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ അതിലൊക്കെ ഉപരി കഴിഞ്ഞ പ്രാവശ്യം പറ്റി നിങ്ങൾക്ക് 2023 നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വലിയൊരു മാറ്റം IFBയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് സിലബസിലുള്ള സിലബസ് മോഡിഫൈ ചെയ്യുക മാത്രമല്ല, അതിൽ അഡീഷൻസ് ഉണ്ടായി, പേപ്പറിന്റെ അഡീഷൻസ് ഉണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള പാറ്റേണിൽ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്ക് ഒരു പക്ഷേ പല പാർട്ടിസിപ്പൻസും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്നിരിക്കാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പം അതൊക്കെ ആകണം. എന്തായാലും ഒരു തോൽവി ഒന്നിന്റെയും അവസാനമല്ല. അത് സംഭവിച്ചു. അതായത് നമുക്ക് ശരിക്കും ഒരു 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 അതുകൊണ്ടാണ് ഈ ഒരു ബാച്ചിൽ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വന്നത്. പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അതിൽ നമ്മൾ വറീഡ് ആയിട്ട് ഒരു അപ്രീഹെൻഷനോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇനി പറ്റുമോ എന്നുള്ള ഒരു അപ്രീഹെൻഷൻ അല്ലെങ്കിൽ ഒരു സംശയത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും കാര്യങ്ങൾ. അപ്പം എൻ്റെ നിങ്ങളോടുള്ള അപേക്ഷ എന്ന് പറയുന്നത്, ലെറ്റ് ദ പാസ്റ്റ് ബി പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞത് നമ്മൾ ഇനി ഇൻട്രോസ്പെക്ഷൻ ആവശ്യമാണ്. ഇൻട്രോസ്പെക്ഷൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം, നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാവരുത്. ഇൻട്രോസ്പെക്ഷനിൽ നമ്മൾ നമ്മുടെ എവിടെയാണ് വേർ വി വെന്റ് റോങ്, അത് ആരായാലും ഒരു പക്ഷേ ചില നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന കാര്യത്തിലും IBSലും ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവും. അത് ഒരു വശം. അതുപോലെ നിങ്ങളുടെ ഭാഗത്തും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ പോരായ്മകൾ മനസ്സിലാക്കി അത് ഇനി റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ആവശ്യം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും എന്ന് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോ നമ്മളിപ്പം ഈ ഓറിയന്റേഷൻ സെഷനിൽ നിങ്ങളോട് നമ്മളിപ്പം കാര്യമായ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ IBSന്റെ ടീച്ചിങ് പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ഫാക്കൽറ്റീസിൽ അഡീഷൻസ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ മോക്ക് ടെസ്റ്റിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമായ മാറ്റങ്ങൾ, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള സമയം, അതായത് നമുക്ക് പ്രോബബ്ലി ദ എക്സാംസ് വിൽ ബി ഇൻ ജൂൺ എൻഡ് ഓർ ജൂലൈ. അപ്പൊ സമയം നമ്മുടെ സമയമുണ്ട്. നമുക്ക് അതായത് ഡിവോട്ട് ചെയ്ത്, അതായത് കമ്മിറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ആവശ്യത്തിന് സമയമുണ്ട്. ഈ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാന ഘടകം. അതായത് IBSന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2014 തുടങ്ങിയ IBSന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അഭിമാനത്തോടെ ഞാനും 2 മാസമേ IBS ആയിട്ടുള്ളെങ്കിലും ഞാനിപ്പോൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ ഒരു അക്കാഡമിക് ഫീൽഡിൽ താല്പര്യമുള്ള ഒരു ആളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഹാവ് ജോയിൻഡ് ദ റൈറ്റ് ഓർഗനൈസേഷൻ. വളരെ നല്ലൊരു ഓർഗനൈസേഷനിൽ ഞാൻ ജോയിൻ ചെയ്തത്. അതായത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള എനിക്ക് പല കാര്യങ്ങളും ഈ ഒരു ഡയറക്ടർ നിലയിൽ IBSലൂടെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം IBSൽ എങ്ങനെയാണ് എസ്പെഷ്യലി അത് മുഖ്യമായിട്ട് പറയുന്നത്, IBSന്റെ ഫാക്കൽറ്റിയിലെ കമ്മിറ്റ്മെന്റ്. ഞാൻ എല്ലാ ഫാക്കൽറ്റിയോടും സംസാരിച്ചു. ആ ഫാക്കൽറ്റി കാണിക്കുന്ന കമ്മിറ്റ്മെന്റും ആ 2020 ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ വളരെ സീരിയസ് ആയി സംസാരിച്ചു. 2023 കുറെ റിസൾട്ട്സിന്റെ കുറെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഗഹനമായിട്ട് സംസാരിച്ചു ഫാക്കൽറ്റിയൊക്കെ. അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് IBS ഷുഡ് ബി പ്രൗഡ് ഓഫ് ദ ഫാക്കൽറ്റി. ഞങ്ങളെ ഫാക്കൽറ്റിയെ കുറിച്ച് അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഫാക്കൽറ്റിയാണ് IBSലുള്ളത്. മാത്രമല്ല 12 വർഷമായിട്ട് ഈ ഫീൽഡിൽ JB CIB കോച്ചിങ്ങിൽ ഞങ്ങൾ മാത്രമല്ല IFBയുടെ മറ്റ് സർട്ടിഫിക്കേഷൻ കോഴ്സസിലൊക്കെ വളരെ നിസ്തുലമായ സേവനമാണ് IBS കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരും. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എല്ലായിടത്തും മാറ്റങ്ങൾ ആവശ്യമാണ്. IBSലും ഒരുപക്ഷെ
ചില ഏരിയകളിൽ ഞങ്ങൾക്കൊരു ഒരു ഫൈൻ ട്യൂണിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് എപ്പോഴും ചെയ്യുന്ന പോലെ, പക്ഷെ നമ്മൾ ഇത് 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 ഞങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതായത് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാം, ലൈവ് ക്ലാസ്സസുള്ള ഫാക്കൽറ്റി എല്ലാ രീതിയിലുള്ള ഗൈഡൻസ് തരാം, ഞങ്ങൾക്ക് PPT പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്, അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻ വി ക്യാൻ മേക്ക് റെക്കോർഡഡ് സെഷൻ അവൈലബിൾ. പിന്നെ ഫാക്കൽറ്റിയുടെ ഡൗട്ട് ക്ലിയറൻസിന് ഫാക്കൽറ്റിയുടെ എല്ലാ സഹായവും ഉണ്ടാവും. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് വേണ്ടത് നിങ്ങളുടെ ഭാഗത്തുള്ള കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവണം. കാര്യം ഒരു സമയം അഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ there was a time when JIB CIB ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് ഒരു 2 weeks പ്രിപ്പറേഷനിലോ അല്ലെങ്കിൽ 1 month പ്രിപ്പറേഷനിലോ പോയി JIB CIB ക്ലിയർ ചെയ്ത അവസരങ്ങളുണ്ട് നേരത്തെ ബാച്ചിൽ. അതായത് ചരിത്രം പരിശോധിച്ചാൽ ആദ്യമൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആയിരുന്നു. ആ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ നിന്ന് അത് മൂവ് ചെയ്ത് കുറച്ചുകൂടെ ഒരു റിലേറ്റീവ്ലി ഒരു കുറച്ചുകൂടെ ലെസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് വന്നു. JIB CIB 3 പേപ്പറൊക്കെ ആയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് മാറി അതിൽ ഇപ്പം CIB CIB ഒക്കെ കുറച്ചുകൂടെ ഇന്റൻസ് ആയി. അതായത് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ബാങ്കിനും അങ്ങനെ തോന്നിയിട്ടുണ്ടാവണം. കാരണം ബാങ്ക് ഇൻക്രിമെന്റ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വശത്ത്, അത് കൂടാതെ പല സ്പെഷ്യൽ അസൈൻമെന്റ്സിലും JIB CIB, അതായത് ഒരു ബാങ്ക് പല പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു വെഞ്ചർ തുടങ്ങുമ്പോഴോ ബാങ്കിന് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ വേണ്ടി വരും, ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള പീപ്പിൾ വേണ്ടി വരും. ആ സമയത്ത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് മിക്ക ബാങ്കും കരുതുന്നത് CIB ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും അവർ ആ ഇന്റർവ്യൂ പ്രോസസ്സിൽ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൽ CIB ആൾക്കാർക്ക് പലപ്പോഴും അവർ പ്രതീക്ഷിക്കുന്ന നോളജ് അറിവ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം നമ്മൾ CIB ക്വാളിഫൈ ചെയ്തു, പക്ഷെ എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ അർപ്പണബോധത്തോടെയാണ് CIBക്ക് പ്രിപ്പയർ ചെയ്തത്, എത്രത്തോളം നമ്മൾ നോളജ് പ്രിപ്പറേഷനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നു. ഒരു പക്ഷേ അതായിരിക്കാം ബാങ്കുകൾക്കും ഫീൽ ചെയ്തു. അതായത് CIB JIB കുറച്ചുകൂടെ ഇന്റൻസ് ആക്കണം, കുറച്ചുകൂടെ ഡീപ്പ് ആക്കണം, അതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു നോളജ് ഡെവലപ്മെന്റ് ഉണ്ടാവണം, ഇത് ഒരു പഴയ കാലത്ത് ഈ ഇൻക്രിമെന്റ് തന്ന് JIB CIB എടുക്കാൻ ബാങ്ക് പ്രോത്സാഹിപ്പിച്ചത് തന്നെ ബാങ്കേഴ്സിന്റെ നോളജ് ലെവൽ കൂട്ടാനാണ്. അതാണ് പ്രഥമ ലക്ഷ്യം. അത് പരാജയപ്പെടുന്നു എന്ന് തോന്നിയതുകൊണ്ടാവണം അതിന്റെ കോഴ്സ് കണ്ടന്റിൽ തന്നെ സാരമായ മാറ്റം JIB CIB വന്നത്. അതായത് ഒരു JIB പാസ്സായ ആളും CIB പാസ്സായ ആളും ഒരു കംപ്ലീറ്റ് പ്രൊഫഷണൽ ബാങ്കർ ആയിരിക്കണം. അതായത് അദ്ദേഹത്തിന്റെ ബാങ്കിങ് നോളജ് ഷുഡ് ബി എബോ ആവറേജ് പറഞ്ഞാൽ പോരാ, ഗുഡ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഗുഡ് എന്നുള്ളൊരു നിലയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു നല്ല പ്രിപ്പറേഷൻ, നല്ല സമീപനം, നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾക്കറിയാം ഹൗ വി കണ്ടക്ട് ദ ക്ലാസ്സസ്. എല്ലാ സെഷൻസിലും എല്ലാ സബ്ജക്റ്റും ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് ക്ലാസ്സസ് ഈസ് ഫോളോഡ് ബൈ വീഡിയോ റെക്കോർഡിംഗ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ഓൺ ദ നെക്സ്റ്റ് ഡേ. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, എല്ലാ PPTയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. കൺസൈസ് സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർഡ് ബൈ എക്സ്പേർട്സ് ഹാർഡ് കോപ്പി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് IBSന്റെ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരു വീഴ്ചയും IBS വരുത്തുന്നുണ്ടാവില്ല. അതുപോലെ മോക്ക് ടെസ്റ്റ് റിവൈസ്ഡ് മോക്ക് ടെസ്റ്റ് IBS കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ യഥാസമയം, അതായത് തരേണ്ട സമയത്ത് അതിലൊരു IBSനെ വളരെ ഇൻവോൾവ് ആയിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്തേണ്ട സമയത്ത് കറക്റ്റായിട്ട് എത്തിയിരിക്കും ഇതെല്ലാം. പക്ഷേ ഇതുകൊണ്ടും ഒന്നും ആവുന്നില്ല, ഇതുകൊണ്ട് മാത്രമാകുന്നില്ല, മാത്രമാകുന്നില്ല. നിങ്ങൾ ഈ ലൈവ് സെഷൻസ് പ്ലീസ്, ആദ്യത്തെ എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് സെഷൻസ് ഒന്നും ഇഗ്നോർ ചെയ്യരുത്. ഓക്കെ, റെക്കോർഡഡ് സെഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, റെക്കോർഡഡ് സെഷൻ ഈസ് നോട്ട് ആൻ ആൾട്ടർനേറ്റ് ടു ലൈവ് ക്ലാസ്സസ്. ലൈവ് ക്ലാസ്സസ് ആർ ലൈവ് ക്ലാസ്സസ്. അവിടെ നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് കൂടുതൽ ഇന്ററാക്ഷൻ നടക്കും, കൂടുതൽ സംസാരിക്കാൻ പറ്റും, ഡൗട്ട് ക്ലിയറൻസ് നടക്കും. വേറെ ഡൗട്ട് ക്ലിയറൻസിന് വേറെ വേദി ഉണ്ടെങ്കിൽ കൂടി, അതുപോലെ അഫ്കോഴ്സ് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ദാറ്റ് ഈസ് ദേർ വിത്ത് യു, അത് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. ലൈവ് സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദാറ്റ് വീഡിയോ റെക്കോർഡിംഗ് വിൽ ഹെൽപ്പ് യു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും കൺസൈസ് ബുക്സ് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നില്ല. IIFന്റെ ബുക്ക്, അതായത് IIFന്റെ JIB CIB പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്ക് യൂസ് ചെയ്യും, ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മുടെ ഒരു അപ്രീഹെൻഷൻ ഇത്രയും വോളുമിനസ് ആയിട്ടുള്ള ബുക്ക് നിങ്ങൾക്ക്
ഇപ്പോഴത്തെ ബാങ്കിന്റെ വർക്കിംഗ് ഷെഡ്യൂളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ആശങ്കയുടെ പുറത്താണ് നമ്മളത് കൺസൈസ് ആക്കിയത്. നിങ്ങൾക്ക് ഹാൻഡി ആയിട്ട് റെഫറൻസ് ആയിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു ബാങ്കിങ് നോളജിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാക്മില്ലന്റെ വലിയ ബുക്സ് തന്നെ വായിച്ചിരിക്കണം. ഒരു പക്ഷേ അത് സമയലോപത കൊണ്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസൈസ് ബുക്ക് വൺ തിങ് ഐ ക്യാൻ ഗ്യാരണ്ടി, കൺസൈസ് ബുക്ക് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു ടു ക്ലിയർ ദ എക്സാം. അതിനകത്ത് നല്ല വെൽ പ്രിപ്പയർഡ് ആണ്. പക്ഷേ ഇഫ് യു എയിം അറ്റ് നോളജ് ഡെവലപ്മെന്റ്, maybe you will have to go to IIFF books also. അപ്പോൾ ഇന്ന് on behalf of IBS and as an academic director of IBS, ഞാൻ എൻ്റെ റിക്വസ്റ്റ് നിങ്ങളോട് നമുക്ക് let us not get bogged down by failure. പരാജയം സംഭവിച്ചു, അതിൽ നമ്മൾ വിഷണരായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിൽ വറീഡ് ആയിട്ടോ അല്ലെങ്കിൽ can I do it എന്നുള്ള ആ ചിന്ത മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറ്റി I can do it എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You have to substitute can I do എന്നുള്ള question, you have to substitute with a statement I can do it. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഞാൻ 100% ഉറപ്പോടെ അഷ്യൂർ ചെയ്യാണ്, IBS is with you. IBS at all levels, നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷന്റെ എല്ലാ ലെവലിലും IBS നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് ഒരു അക്കാഡമിക് ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ അഷ്യൂറൻസ് ആണ് എനിക്ക്. and probably I can on behalf of my MD also, because we are frequently touched. ഞാനും MD ആയിട്ട് സതീഷുമായിട്ട് എപ്പോഴും ഈ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു റെഗുലർ ഇന്ററാക്ഷനിലും ഡിസ്കഷനിലാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനെയും ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ സതീഷ് ഓൾസോ എനിക്ക് അഷ്യൂർ ചെയ്യാം, ഇത് പിന്നെ ഈ മീറ്റിംഗ് ഈ ട്രെയിനിങ് അത്യന്തം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടും. And this will definitely enable you to clear CIB this time. And my best wishes to all of you. And I think I forgot to greet my colleagues. I think Mr. Satish there is with me, my managing director, and Mr. Ganesh, our new GM planning and development is there with us. So all of them and some faculty members should be there today, and they all will be addressing you. Our purpose is to motivate you, all of you, if at all there is an iota of disappointment amongst at least in one of you, we want to remove that apprehensions and disappointment. You have to make you confident, and as a senior, I mean, maybe we are all very senior to you people, and as an elderly affection, we have to ഒരു പിതൃതുല്യമായിട്ടെന്ന് തന്നെ പറയാം, ആ ഒരു സ്നേഹത്തോടെ ആ ഒരു അവകാശത്തോടെ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മ്യൂച്വലി വി ക്യാൻ വർക്ക് ഓൺ, നമ്മൾ മ്യൂച്വലി വി വിൽ സക്സീഡ്. നിങ്ങളുടെ വിജയം ഞങ്ങളുടെയും വിജയമാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ഈ യാത്ര വിൽ സ്റ്റാർട്ട് അവർ ജേർണി ടുവേഴ്സ് അവർ സക്സസ്. ആൻഡ് ഐ എം വെരി കോൺഫിഡൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ തയ്യാറെടുപ്പില് നിങ്ങളുടെ ഭാഗത്തുള്ള കമ്മിറ്റ്മെന്റ്, അത് ഞാൻ ഒരു കാര്യം പറയുന്നത്, ടൈം ഡിവോഷന് ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്കറിയാം, ഐ ഓൾസോ വർക്ക് ഇൻ ബാങ്ക് ഫോർ ക്വൈറ്റ് എ ലോങ് ടൈം. എനിക്കറിയാം നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൽ നിങ്ങൾ പലരും ബ്രാഞ്ച് മാനേജർ ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ജോയിന്റ് മാനേജർ ആവാം, അസിസ്റ്റന്റ് സെക്കൻഡ് പേഴ്സൺ ഇൻ ദ ബ്രാഞ്ച്, അങ്ങനെ ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ഒരു കീ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ റിക്വസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങളുടെ കളീഗ്സിനോടും നിങ്ങളുടെ ബോസിനോടും ഒക്കെ യു ഹാവ് ടു കം ടു ആൻ അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് ഈ പ്രാവശ്യം CIB ക്ലിയർ ചെയ്തേ പറ്റും, കഴിഞ്ഞ പ്രാവശ്യം മിസ് ഔട്ട് ചെയ്തു. ഐ കനോട്ട് അഫോർഡ് ടു മിസ് ഔട്ട് അഗെയിൻ. സോ അതുകൊണ്ട് സാറേ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ക്ലാസ്, ഞാനിങ്ങനെ IBS ജോയിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ടൈമിങ് ഇങ്ങനെയാണ്, ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക. പിന്നെ ഹോളിഡേയ്സ് ഒക്കെ വരുന്ന ഹോളിഡേയ്സിലൊക്കെ okay, I am not saying that you should avoid all kind of enjoyment, but your enjoyment should be coupled with the preparation for CIB. നിങ്ങളുടെ back of the mind എപ്പോഴും നിങ്ങൾക്ക് ആ thought ഉണ്ടാവണം, yes, I have to write CIB exam, there are 4 papers, 4+1. ആ ഒരു thought നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പം അത് നിരാശപ്പെടേണ്ട ഒരാവശ്യവുമില്ല. പക്ഷെ നിരാശപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അപ്പീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, be ready for our travel, for our journey to success. We are all with you, and best wishes to all of you. Thank you.
Mr. Hari. Thank you, sir. Sir. Thank you, sir. Thank you so much. I would like to invite Grace, General Manager. Good evening, Sadish ji, Rahman ji, James sir, Hari, and all dear friends. ഞാനിപ്പോൾ ഓർക്കുന്നത് കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം കഴിഞ്ഞ ബാച്ച് CIB സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ഇനാഗുറൽ മീറ്റിംഗ് ആണ്. അന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു നമ്മൾ 100% റിസൾട്ട് ഈ വർഷം നമ്മൾ പ്രൊക്യൂർ ചെയ്യും. നിങ്ങളെല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്തവണത്തെ റിസൾട്ട് മോശമായി. IBPSന്റെ തന്നെ റിസൾട്ട് വളരെ കുറവാണ്. 5%, 4% ഒക്കെ ഉള്ളൂ. CIBക്ക് പ്രത്യേകിച്ച് 4% വന്നുള്ളൂ. നമ്മുടെ റിസൾട്ടും കഴിഞ്ഞ വർഷത്തെ അത്രയും നന്നായിട്ടില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള എഫർട്ടിന് യാതൊരു കുറവില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം നമ്മളെടുത്ത ഒരു പ്രതിജ്ഞ നിങ്ങളെ എല്ലാവരെയും പാസ്സാക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് വർക്ക് ചെയ്തിരുന്നു. നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പം അത് അത്ര ഒട്ടും തൃപ്തികരമായിട്ടില്ല. ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഈ മീറ്റിംഗിൽ ഒരു റിപ്പീറ്റർ എന്നുള്ള ഒരു റോളിലൂടെ വന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. കാരണം നമ്മൾ ആരും ഇത് ആഗ്രഹിച്ചിരുന്നതല്ല. അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ആരും റിപ്പീറ്ററായിട്ട് കാണരുത്, ഇനി ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിനായിരിക്കണം നിങ്ങളെ കാണേണ്ടത്. CIBക്ക് അപ്പിയർ ചെയ്യുന്നവർ നമ്മുടെ അടുത്ത നെക്സ്റ്റ് മന്തിലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അതിന് ഒരു 4 ദിവസത്തെ 8 അവർ ക്ലാസ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ 16 അവർ ക്ലാസ് 8 ദിവസം അതിന് വെച്ച് മീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പക്ഷെ അത് ശരിയായില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ എല്ലാവരും ആലോചിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് IBSന്റെ ഭാഗത്തുനിന്ന് പുതിയ അക്കാഡമിക് ഡയറക്ടർ റഹ്മാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി അതിനുവേണ്ടി എഫർട്ടുകൾ എടുക്കുന്നുണ്ട്. സതീഷ് ജി കഴിഞ്ഞ 12 വർഷമായിട്ട് കോച്ചിങ്ങുകൾ നടത്തുന്നു. ഈ ഇൻഡസ്ട്രിയിലെ ഈ പിയേഴ്സിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അതിന്റെ ഫൗണ്ടറാണ്, അതിന്റെ MD ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടുതൽ ഒത്തിരി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനും അതിൽ പാർട്ടാവാറുണ്ട്. അപ്പൊ ഒത്തിരി പുതിയ സ്റ്റെപ്സ് എടുക്കുന്നതായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്. എങ്ങനെയായാലും നമ്മുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചുകൾ നടത്തിയിട്ട് കൂടുതൽ എഫർട്ട് ഈ വർഷം അത് 100% റിസൾട്ട് അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഒരു ഇൻട്രോസ്പെക്ട് ചെയ്യണം, നിങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ ടൂൾസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും അനുഭവിച്ചത് തന്നെയാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം 5:30 to 6 ആയിരുന്നു. ഇപ്പൊ അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കി, കൺവീനിയന്റ് ആയിട്ട് 5:45 to 6:15 ആക്കിയിട്ടുണ്ട് ഈ അടുത്ത ബാച്ചിലേക്ക്. പിന്നെ വൈകിട്ട് 8 to 9:30, 8 to 9:30. ഇത് ഒരു ബാച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങൾ പലരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇതാണ്. അല്ലെങ്കിൽ റെക്കോർഡഡ് വേർഷൻ ഉണ്ടായിരുന്നു, അത് ടിൽ എക്സാമിനേഷൻ ഇറ്റ് വാസ് അവൈലബിൾ ടു യു. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോ? ഹോളിഡേയ്സിന് നിങ്ങൾ വാച്ച് ചെയ്തിരുന്നോ റെക്കോർഡഡ് ക്ലാസ്? അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സസ് എത്ര എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരുന്നു? ഈ 2 ഓപ്ഷൻ ഉണ്ടായിട്ടും ഒരു ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലെങ്കിൽ അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ വർഷം ഏതായാലും ഏത് ക്ലാസ് വേണേൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ക്ലാസ് ആയിരിക്കണം, അതിൽ മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു രീതിയിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2 ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. പിറ്റേ ദിവസം റെക്കോർഡ് ക്ലാസ് പിറ്റേ ദിവസം മുതൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു ചേഞ്ച് മെയിൻ ആയിട്ട് വരുത്തിയിട്ടുണ്ട്. പിന്നെ PPTs അവൈലബിൾ. നമ്മുടെ മെറ്റീരിയൽ, റീഡിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ, അത് ഹൈ ക്ലാസ് ആണ്. ഞാനത് പറയേണ്ട കാര്യമില്ല, നിങ്ങളത് വായിച്ചു കാണും. നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ എത്ര റീഡബിൾ ആണ്, എത്രമാത്രം കൺസൈസ് ആണ്, എത്രമാത്രം റീഡബിൾ ആയി, അത് നിങ്ങൾ ശരിക്കും വായിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ നമ്മുടെ ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരുന്നോ? അന്ന് നോക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒരു ചെറിയ ഒരു അഡിക്റ്റ് ആയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം ഇത് അത്ര എളുപ്പമല്ല. CIBയുടെ അഡ്വാൻറ്റേജസ് ഞങ്ങളൊക്കെ അനുഭവിച്ചു. റഹ്മാനും ജാനും ഒക്കെ, ഞാനാണ് ക്ലർക്കായിട്ട് കയറിയിട്ട് 39 years കൊണ്ട് DGM 6 പ്രൊമോഷൻ അന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ബാച്ചിലെ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് വേണേൽ പറയാം, 100 പേരിൽ. പക്ഷെ ഒത്തിരി പേർക്ക് ക്ലർക്കൽ കയറി ചെയ്യുന്ന DGM, GM, ED വരെ ആയവരുണ്ട്. പക്ഷെ വളരെ റെയറാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ സ്റ്റേജില് നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറോ MD ആവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു JIB CIB സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, പിന്നെ നല്ല പെർഫോമൻസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നല്ല പോസ്റ്റിങ്സ് കിട്ടും, നല്ല പ്ലേസ്മെന്റ്സ് കിട്ടും, പ്രൊമോഷൻസ് ഇൻ ടൈം കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ജനറൽ മാനേജർ ലെവലിലേക്ക് എത്തുന്നു. അവിടുന്ന് ഗവൺമെന്റ് നിങ്ങളെ സെലക്ട് ചെയ്ത് ED ആക്കുന്നു, പിന്നെ MD ആക്കുന്നു. അങ്ങനെ കയറി പോകാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയാണ്. കാരണം ഞാൻ മാനേജർ ആയത് തന്നെ ആഫ്റ്റർ 15 years ആണ്.
15 അല്ല 20 ഇയേഴ്സ് ആണ് മാനേജർ ആവുന്നത്. ഓഫീസർ ആവുന്ന 13 ഇയേഴ്സ് ആണ് ക്ലർക്കായിട്ട് കയറിയിട്ട്. കാരണം അന്ന് വേക്കൻസി ഇല്ലായിരുന്നു. ഇപ്പൊ അത് മാറി, ഇപ്പൊ മൊത്തത്തിൽ മാറി. ഇൻഡസ്ട്രിയിൽ എക്സ്പാൻഷൻ അത്രമാത്രം സംഭവിച്ചു. അപ്പൊ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ്. പക്ഷെ കോമ്പറ്റീഷനും അതുപോലെ ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. ക്വാളിഫിക്കേഷൻ ഈസ് എ മസ്റ്റ്. CIB JIB ഉണ്ടെങ്കിൽ മുകളിലോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഒരു ലിമിറ്റിൽ കൂടുതൽ മുകളിലോട്ട് കയറണമെങ്കിൽ CIB JIB ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സിന് നിങ്ങളൊരു തീരുമാനം എടുത്ത് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇട്ട എഫർട്സ് മതിയായിരുന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ പ്രധാനമായിട്ടൊരു പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ തവണ നെഗറ്റീവ് മാർക്ക് ആയാലും വരുന്നില്ല നെക്സ്റ്റ് എക്സാം, അടുത്ത എക്സാമിനും കാണില്ല. നെക്സ്റ്റ് ഇയറിൽ വരാനുള്ള എല്ലാ ചാൻസ് ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ. അപ്പൊ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു സമയത്ത് 100 ക്വസ്റ്റ്യൻസും ധൈര്യമായിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു സമയത്ത് നിങ്ങളത് മുഴുവൻ ആൻസർ ചെയ്തിരുന്നു. അങ്ങനെ ആൻസർ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ഗസ് ചെയ്തെങ്കിലും മാർക്ക് കിട്ടി, ചെറിയ മാർക്കിന് നിങ്ങൾക്ക് പേപ്പർ പോയില്ലേ അല്ലെ? നിങ്ങൾ കുറെ പഠിക്കുക, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴുണ്ട്. വൺസ് നെഗറ്റീവ് മാർക്ക് വന്നാല് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പാനിക്കാവും, ആണോ തെറ്റാണോ, അവസാനം നിങ്ങൾ തെറ്റിക്കും. അപ്പൊ അങ്ങനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ്സാക്കിയത്. ഞങ്ങൾ പഠിപ്പിച്ചതിന് കുറവുണ്ടെങ്കിൽ പറയാം, തുറന്ന്. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് അത് പറയാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരാം, അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫർട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഈ തവണയെങ്കിലും മാക്സിമം എഫർട്ട് എടുക്കുക. ഈ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ CIB പാസ്സാവുക. CIB പാസ്സായാലുള്ള അഡ്വാൻറ്റേജസ് ആ സമയത്ത് നിങ്ങൾ അറിയുള്ളൂ. വർക്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ബാങ്കിനോടുള്ള നിങ്ങളുടെ പാഷൻ കൂടും. ഓൾറെഡിയോ ബാങ്ക് ജോബ് മടുത്തു എന്നൊക്കെ തോന്നുന്നവർ ചിലപ്പോൾ കാണും ഇതിന്റെ ഇടയിൽ ടെൻഷൻ വരുമ്പോൾ. പക്ഷെ അതൊക്കെ മാറി കിട്ടും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. തിയറി നിങ്ങൾ പഠിക്കുകയാണ്, ഞാനൊരു പ്രൊഫഷണൽ ബാങ്കറായി എന്നൊരു ഫീലിംഗ് വരുവാണ്. അപ്പൊ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം അത് പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് ഇത്തവണ ചിലപ്പോൾ 2 ഇൻക്രിമെന്റ് ഓഫീസേഴ്സിന് കിട്ടുമെന്ന് പറയുന്നു. അപ്പം സെറ്റിൽമെന്റിൽ അത് വന്നേക്കും. അപ്പോൾ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉള്ളതാണ്. പ്രൊഫഷണൽ ബാങ്കറായിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങൾക്ക് കൂടുതൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അപ്ലൈ ചെയ്യാം. ഇതില്ലാതെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് പോസ്റ്റിങ്ങിന് അപ്ലൈ ചെയ്യാനൊക്കെ ഇല്ല. കാനറ ബാങ്കിൽ അങ്ങനെയാണ്, ഒരു ഫോറിൻ പോസ്റ്റിംഗ് വേണേലും ഒരു ട്രഷറിയിലേക്കുള്ള പോസ്റ്റിംഗോ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന പോസ്റ്റിംഗ്സിൽ CIB ഒരു മസ്റ്റാണ്. റൂറൽ എക്സ്പീരിയൻസ്, റൂറൽ ബ്രാഞ്ച് എക്സ്പീരിയൻസ്, സെമി അർബൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. CIB വേണം. അപ്പൊ നിങ്ങളുടെ നല്ല പോസ്റ്റിംഗ് കിട്ടാനും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊമോഷൻസ് അല്ലെങ്കിൽ നല്ല പ്രൊമോഷൻസ് ഫാസ്റ്റ് ആയിട്ട് കിട്ടാനും എല്ലാം ഈ കോഴ്സ് ആവശ്യമാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂടെ എഫർട്ട് എടുക്കുമായിരുന്നു. അപ്പൊ എഗൈൻ അത് നിങ്ങൾ അതിൽ കൺവിക്ഷൻ ഉണ്ടാവുക, അത് വേണമെന്നൊരു ഡിസയർ എടുക്കുക. അപ്പൊ നമ്മൾ IBSന്റെ ഭാഗത്തുനിന്ന് മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അക്കാഡമിക് ഡയറക്ടർ പറഞ്ഞ പോലെ മാക്സിമം സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഈ വർഷം ഇത്തവണ കൂടുതൽ എഫർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. എന്തുണ്ടെങ്കിലും ഞങ്ങളോട് ആരോട് വേണം നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫുൾ എഫർട്ട്, നമ്മുടെ എല്ലാ ടൂൾസും അതുപോലെ വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ പിന്നെ MCQs നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? അപ്പൊ ഇതെല്ലാം നല്ല സപ്പോർട്ടിങ് ടൂൾസ് ആണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കും. അതുപോലെ നിങ്ങൾ ഹാഫ് വേയില് നിങ്ങൾ കുറച്ചു പേരെങ്കിലും കോഴ്സ് വേണ്ടാന്ന് വെച്ചവരുണ്ട്. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ളതൊക്കെ കളഞ്ഞ് ഈ ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത സ്റ്റേജിൽ അതങ്ങനെ കാണിച്ചത് ഒരു മണ്ടത്തരമാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കും. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ തവണ നിങ്ങൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്യും. നമ്മൾ തരുന്ന ടൂൾസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നിങ്ങൾ എല്ലാവരും CIB തവണ പാസ്സാവും. അത് കഴിഞ്ഞ് അടുത്ത തവണ ഡിസംബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഓൺവേർഡ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം ഈ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു വർക്ക് ഹാർഡ് ഫോർ taking this prestigious CIB qualification by passing successfully with high top marks. In this scenario of no negative marks, you can score even 80 marks. Try to get more than 60 for all the papers. All the best. എല്ലാവരും വിജയശ്രീലാളിതരായിട്ട് ഈ ഏപ്രിൽ മെയ്യിലെ CIB എക്സാം പാസ്സാവണം. IBSനും സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾ എല്ലാവരും തരിക. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you, Ganesh sir. Thank you so much. I would like to invite James Johnson, our senior faculty member and former chief manager, Indian Overseas Bank. James sir, few words. Thank you, Harry. Good evening, Sadish sir. Good evening, Syed Rahman sir and Ganesh sir. My dear bankers, as a faculty, ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ഒരു രണ്ടാമത് എക്സാം എഴുതാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആസ് എ ഫാക്കൽറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട്.
പക്ഷേ ഇന്നത്തെ ഇപ്പോഴത്തെ സെറ്റപ്പിൽ ഇറ്റ്സ് നോട്ട് എ ഫെയിലിയർ. ബിക്കോസ് നിങ്ങൾക്കറിയാം 2022 ശേഷം IABF വളരെയധികം ചേഞ്ചസ് ഇതിനകത്ത് കൊണ്ടുവന്നു. എക്സാമിനേഷനിലെ സിലബസ് മാറ്റി, പേപ്പർ കൂട്ടി, അങ്ങനെ ദേ മെയ്ഡ് ഇറ്റ് ദേ ഹാവ് ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ്, ദ ലെവൽ ഓഫ് എക്സാമിനേഷന്റെ സ്റ്റാൻഡേർഡ് അവർ കൂട്ടി. പക്ഷെ അത് നിങ്ങൾ കുട്ടികൾ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ആ ഒരു ടൈം ലാഗ് അവിടെ വന്നത്. നമ്മൾ 2022 വരെ എങ്ങനെയാണോ എക്സാം എഴുതിയത് JAB CAB, അതേ ലാഘവത്തോട് ഒരു 1 month പ്രിപ്പറേഷൻ അല്ലെങ്കിൽ 1.5 month പ്രിപ്പറേഷൻ IBSൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റും. ഫാക്കൽറ്റീസ് കുറെ PPTs തരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിപ്പോയി എഴുതി കഴിഞ്ഞിട്ട് കറക്കി കുത്തി നമുക്ക് 50 മാർക്ക് വാങ്ങിക്കാം. ഇങ്ങനെയുള്ള ധാരണ നല്ലൊരു ശതമാനം കുട്ടികളിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴറിയാം അറ്റൻഡൻസ് വളരെ കുറവാണ്, ഇന്ററാക്ഷൻ അതിലും കുറവാണ്. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് പോകുന്നു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉള്ള അപാകത എന്ന് പറയുന്നത് പലപ്പോഴും ഏതൊരു നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും എൻഗേജ്മെന്റ് ആയ സമയത്തായിരിക്കും റെക്കോർഡ് ക്ലാസ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സ്പീഡ് കൂട്ടിയിട്ട് into 3 വെച്ചിട്ട് പോകും. സോ ഇങ്ങനെ വരുമ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് ശരിക്കും നിങ്ങൾക്ക് കൺസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയത്തില്ല. വളരെ ക്ലിയർ ആണത്. സോ ആസ് ഫാക്കൽറ്റീസ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ്, നിങ്ങൾ IBS ജോയിൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 11th hour പ്രിപ്പറേഷൻ കൊണ്ടോ ഇത് പാസ്സാകില്ല. ബിക്കോസ് നൗ ദ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് വളരെയധികം കൂടുതലാണ്. സിംഗിൾ ഡിജിറ്റ് ആണ് IABFന്റെ പാസ് പെർസെൻറ്റേജ്, 4 to 5% എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു CA എക്സാമിനേഷന്റെ ആ ഒരു ലെവലിലോട്ട് CAB വന്നിരിക്കുകയാണ്. റീസൺസ് പലതാണ്. കാരണം ബാങ്ക് ഉദ്ദേശിക്കുന്നത്, ബാങ്കുകൾ IBA തന്നെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ IABFന് കൊടുത്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ദേ വാണ്ടഡ് എ ക്ലിയർ ഡിമാർക്കേഷൻ. ഒരു CAB പാസ്സായ ഒരു ബാങ്കറും CAB പാസ്സാകാത്ത ഒരു ബാങ്കറും തമ്മിൽ ദർ ഷുഡ് ബി ക്ലിയർ ഡെഫിനിഷൻ, ക്ലിയർ ഡിഫറൻസ് ഉണ്ടാവണം. ദ വേ ഓഫ് ഫങ്ഷനിങ്, ദ നോളജ് ലെവൽ, മാർക്കറ്റിംഗ് ദ ബാങ്ക് പ്രോഡക്ട്സ്, ഇതിനെല്ലാത്തിനും ഡെഫിനറ്റ് ആയിട്ട് ഒരു CABന് അതിൻ്റെതായിട്ടുള്ള നോളജ് അവിടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ബാങ്കിന്റെ ഇമേജ് വർദ്ധിക്കാൻ കഴിയുള്ളൂ, ബാങ്കിന് ബിസിനസ് കൂടാൻ കഴിയുള്ളൂ. അന്നേരം ബാങ്ക് മോണിറ്ററി ബെനിഫിറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ ദേ എക്സ്പെക്ട് സംതിങ് ഫ്രം യു. അന്നേരം അതാണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്പർ 2, അന്നേരം ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ദിസ് ഈസ് നോട്ട് വെരി സിമ്പിൾ, ഇറ്റ്സ് നോട്ട് വെരി ഈസി. നിങ്ങളുടെ സീനിയേഴ്സ് ചിലപ്പോൾ 2022 വരെ എഴുതിയവർ പറയും, അത് വളരെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 1 മാസം പ്രിപ്പയർ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാൻ പറ്റും. ബട്ട് ദാറ്റ് ഈസ് ഗോൺ ആർ ദോസ് ഡേയ്സ്. അതൊക്കെ പോയി, ഇന്ന് അത് പറ്റില്ല. സോ മേക്ക് ഇറ്റ് വെരി സീരിയസ്. ഇതൊരു സീരിയസ് എക്സാമിനേഷൻ ആണ് എന്ന് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ്, ഈ എക്സാമിനേഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിൽക്കുന്നുണ്ട്. അതായത് ഇതിന്റെ സിലബസ് എന്താണ്, ഇതിന്റെ കണ്ടന്റ് എന്താ, കോഴ്സ് കണ്ടന്റ് എന്താ, എക്സാമിനേഷന്റെ പാറ്റേൺ എന്താ, എവിടെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 100 questions 100 marks 2 hours, ഇതാണ് ഇതിന്റെ പാറ്റേൺ. അന്നേരം ഇങ്ങനെ വരുമ്പോൾ ഈ 100 questions മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അല്ലാത്ത ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കുന്നത്. അന്നേരം നമ്മൾ എങ്ങനെ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകും, ഹൗ വി ക്യാൻ ഗോ അബൌട്ട്. നമുക്ക് ഇതിലേക്ക് പോകാനായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 5 purpose ആണ്. ഇതിൽ നമ്മൾ 22 വരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുന്നത്, റീറ്റെയിൽ ബാങ്കിങ് ഒരു എലക്റ്റീവ് പേപ്പർ ഉണ്ടായിരുന്നു. അത് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നമുക്ക് ABM BFMന് ഷോർട്ട് ഫോൾ ആവുന്ന 10 മാർക്ക് ഈ റീറ്റെയിൽ ബാങ്കിങ് പാസ്സായിട്ട് CAB പാസ്സായ ചരിത്രമാണ് 2022 വരെ നമ്മുടെ മുന്നിലുള്ളത്. ആ ഈസി ആയിട്ടുള്ള എലക്റ്റീവ് പേപ്പർ എടുത്തു മാറ്റി പിന്നുള്ള 5 എലക്റ്റീവ് പേപ്പർ ആണുള്ളത്. അത് കൂടാതെ 2 അഡീഷണൽ പേപ്പർ കൊണ്ടുവന്നു. സോ 3 എന്നുള്ള സ്ഥാനത്ത് 5 പേപ്പറാണ് നിങ്ങൾക്ക്. ഇനി ഓരോ പേപ്പറിലും 4 മൊഡ്യൂളാണ്. ഓരോ മൊഡ്യൂളിലും 7, 8 to 10 ചാപ്റ്റേഴ്സ് ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ എന്തുമാത്രം ഇതിന്റെ കോഴ്സ് കണ്ടന്റ് ഉണ്ട്. ആസ് എ ഫാക്കൽറ്റി നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ടൈം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നിങ്ങളും ഇരിക്കത്തില്ല, ബിക്കോസ് നിങ്ങൾക്ക് ജോലിയുണ്ട്, വേറെ ഒരുപാട് എൻഗേജ്മെന്റ് ഉണ്ട്, ഫാമിലി ബോദറേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 100 മണിക്കൂറിന്റെ സ്ഥാനത്ത് 200 മണിക്കൂർ 150 മണിക്കൂറോ ക്ലാസ് ഇടാനും പറ്റില്ല. ബിക്കോസ് വിൽ നോട്ട് ഗെറ്റ് യു ആൾസോ, നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ടാണ് ഈ സബ്ജക്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അന്നേരം എങ്ങനെ നിങ്ങളിത് പഠിക്കാൻ പറ്റും?
ഈ സബ്ജക്റ്റ് പലപ്പോഴും ചില ടോപ്പിക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും, നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക് ഉണ്ടാവും, അവിടെയൊക്കെ നമുക്ക് വളരെ കുറച്ച് സമയം കൊടുത്താൽ മതി. ബട്ട് ചില ടോപ്പിക്കിൽ എസ്പെഷ്യലി BFM എന്ന പേപ്പർ, നമ്മൾ ഈ 5 പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ടഫായിട്ട് കൂടുതൽ കുട്ടികളും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പേപ്പറാണ് BFM. കാരണം അതിനകത്ത് എല്ലാ പേപ്പറിനകത്തും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് BFM ആണ് കമ്പാരിറ്റീവ്ലി ടഫായിട്ട് തോന്നുന്നത്. ആ ഒരു പേപ്പറിന്റെ 2 മൊഡ്യൂളാണ് ഞാൻ സാധാരണ എടുക്കുന്നത്. അന്നേരം ഇതിന് 4 മൊഡ്യൂളുണ്ട്. ഈ 4 മൊഡ്യൂളും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പലപ്പോഴും കുട്ടികളിൽ നിന്ന് ഞാൻ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു മൊഡ്യൂളൊക്കെ അങ്ങ് ലീവ് ചെയ്യുക. ഒരു മൊഡ്യൂൾ ലീവ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഓക്കെ ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് അങ്ങ് വിടാം, ബാക്കിയുള്ളതിനകത്ത് 75 മാർക്ക് കിട്ടാം, അതിനകത്ത് 50 കിട്ടാം. ഇങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണ, അതിലേക്ക് നിങ്ങൾ പോകരുത്. എല്ലാ ടോപ്പിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് 4 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ആ പേപ്പറിന്റെ 4 മൊഡ്യൂളും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് IIBF ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് രീതിയിലായിരിക്കും, അവർ ഇക്വിറ്റബിൾ ആയിട്ട്, അതായത് ഈ 4 മൊഡ്യൂളിൽ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് ചിലപ്പോഴേ ട്രഷറി മാനേജ്മെന്റിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ബാങ്കിങ്ങിൽ നിന്നായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ നിന്നായിരിക്കും ന്യൂമറിക്കൽസ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഈ എക്സാമിന്റെ പാറ്റേണെ കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഈസ് നമ്പർ 1. അതായത് തിയറി ഓറിയന്റഡ് ആണോ, ഇത് കേസ് സ്റ്റഡീസ് ആണോ, ഇതിനകത്ത് ന്യൂമറിക്കൽസ് ആണോ, നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴേ യു ഷുഡ് ബി വെൽ പ്രിപ്പയർഡ് ടു ഫേസ് എനി ടൈപ്പ് ഓഫ് ദി എക്സാമിനേഷൻ. അതാണ് നമ്മൾ പ്രിപ്പറേഷൻ വേണ്ടത്. അന്നേരം അങ്ങനെ ഈ എക്സാമിനേഷനിലേക്ക് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? വിത്ത് കോൺഫിഡൻസ് നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണം. എങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം? കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് നമ്പർ 1. ഇനി ഇതിന്റെ നിങ്ങൾക്ക് മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽ, വളരെ നല്ല കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ IBS നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കോംപ്രിഹെൻസീവ് ഞാൻ പറഞ്ഞു, അത് 1/3 ആയിട്ട്, ടെക്സ്റ്റിന്റെ 1/3 ആയിട്ട് കൺസൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് അതിനകത്ത് പല പോർഷനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അന്നേരം നിങ്ങൾക്ക് ചില പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? യു ഹാവ് ടു റെഫർ ദി മാക്മില്ലൻ ബുക്ക്. IIBFന്റെ ബുക്കുണ്ട്, അവർ മാക്മില്ലൻ പബ്ലിക്കേഷൻ ഉണ്ട്. ആ ബുക്ക് ഒളിമിനസ് ആണ്, അത് എല്ലാവരും എല്ലാ പേജും വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സംശയം വരുന്ന ഏരിയാസ് യു ഹാവ് ടു സ്പെൻഡ് സം ടൈം, റീഡ് ഇറ്റ് തറലി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. സ്റ്റിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ റേസ് ഇറ്റ് in the group or you can raise it in the class. Faculty ഡയറക്റ്റ് വിളിക്കാം, അല്ലെങ്കിൽ കൺസേൺഡ് ഫാക്കൽറ്റി അടുത്ത് ഡൗട്ട് റേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്യാം. കാര്യം ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകണം. പക്ഷേ കഴിഞ്ഞ 2022 മുമ്പുള്ള കാൻഡിഡേറ്റ്സും ഈ 23 ജോയിൻ ചെയ്ത കാൻഡിഡേറ്റ്സും തമ്മിൽ വളരെ പ്രകടമായ കുറെ ചേഞ്ചസ് ആസ് ഫാക്കൽറ്റി. ഞാൻ പലരിടത്ത് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത്. ബിക്കോസ് നിങ്ങളിൽ നിന്നുള്ള ഇന്ററാക്ഷൻ വളരെ കുറവാണ്. നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ ചോദിച്ചാൽ എല്ലാവരും സൈലന്റ് മോഡിലാണ്. നോ ആൻസർ ഓർ നോ റെസ്പോൺസ്. എന്നിട്ട് ഇത് എന്താണ്? ഒന്നുകിൽ നിങ്ങൾ ലൈവ് വന്നിട്ട് യു ആർ എൻഗേജ്ഡ് ഇൻ സം അതർ തിങ്, ഓർ യു ആർ നോട്ട് ലിസണിങ് ടു ഇറ്റ്, ഓർ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇന്ററാക്ഷൻ വളരെ ഇല്ല. അന്നേരം അതിൽ നിന്ന് ആസ് എ ഫാക്കൽറ്റി ഞാൻ മനസ്സിലാക്കിയത് ഇതിനോടുള്ള സീരിയസ്നെസ്സും അല്ലെങ്കിൽ ഇതിനോടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റും വളരെ കുറവാണ്. എക്സാമിനേഷൻ അടുക്കട്ടെ, ആ സമയത്ത് നമുക്ക് നോക്കാം, ആ സമയത്ത് എന്തെങ്കിലും പോയി കറക്കി കുത്തിയിട്ട് ജയിക്കാം, ഇങ്ങനൊരു ധാരണ ശരിയാവില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോഴുള്ള നമ്മുടെ സൗകര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജൂൺ മിഡാണ്, എൻഡ് ഓഫ് ജൂൺ ആൻഡ് ജൂലൈയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യു ഹാവ് 5 months ahead of you. ഈ 5 മാസം അതിനെ നമ്മൾ മിനിസ്ക്യൂൾ ചെയ്യുക. 5×30 150 ഡേയ്സ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ 150 ഡേയ്സിന് നമുക്ക് ഈ 5 പേപ്പർ 4 5×4 20 മൊഡ്യൂൾസ്, ഈ 20 മൊഡ്യൂളിനെ മിനിസ്ക്യൂൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോർഷനും പഠിക്കാനായിട്ടുള്ള ടൈം അലോട്ട് ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു ക്ലിയർ ഗെയിം പ്ലാൻ കൊണ്ടുവരണം. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ്. ബിക്കോസ് നിങ്ങൾ എല്ലാവരും വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ബോധറേഷൻസ് ഉണ്ട്. എനിക്കറിയാം, ഞാനും ബാങ്കിൽ ഈ സ്റ്റേജിലൂടെ കടന്നു വന്നതാണ്. പക്ഷേ നമുക്ക് യു ഹാവ് ടു പ്രയോറിറ്റൈസ്. നമുക്ക് നിങ്ങളിപ്പം ഈ ഫെയിലിയർ വന്നു, എന്തുകൊണ്ട് ഫെയിലിയർ ആയി, ഒരു ഇൻട്രോസ്പെക്ഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉടനെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ രാവിലെ 8 മണിക്ക് ബാങ്കിലേക്ക് പോകും, വൈകിട്ട് 8 മണിക്കാണ് ബാങ്കിൽ നിന്ന് വരുന്നത്, പിന്നെ എവിടെ എനിക്ക് സമയം? ഇതിനിടയ്ക്ക് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പിന്നെ പഠിക്കും കൂടെ വേണം. ഇങ്ങനെയുള്ള യു ഷുഡ് ഹാവ് റീസൺസ്.
ഈ റീസൺസ് അല്ല നമുക്ക് വേണ്ടത്. ആസ് എ സക്സസ്ഫുൾ ബാങ്കർ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് ആണ്. ആ സൊല്യൂഷൻസിലേക്ക് നമ്മൾ പോകണം. നമ്മൾ എങ്ങനെ സമയം കണ്ടെത്തും? നിങ്ങൾക്ക് 8 to 8 12 hours നിങ്ങൾ ഔട്ട് ആണെങ്കിൽ ബാക്കിയുള്ള 12 hours ഒരു 2 to 3 hours 2 to 3 hours മിനിമം ഇന്ന് മുതൽ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ ഐ തിങ്ക് യു ക്യാൻ പാസ് ദി എക്സാമിനേഷൻ. ഇനി നമ്മുടെ IBS പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട്. കുറെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ പിന്നെ കോൺവെർസേഷനൊക്കെ വളരെ കുറവാണ്, ഒന്നുമില്ല. അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് പ്രോപ്പറായിട്ട് ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ അത് ഇന്ററാക്ട് ചെയ്യുക. ഇടുന്ന ഒരു സ്റ്റുഡന്റിന് ഒരു ഏരിയ മനസ്സിലായില്ലെങ്കിൽ ഈ ക്യാൻ പോസ്റ്റ് ഇറ്റ് ദെയർ. മറ്റു കുട്ടികൾ അത് റെസ്പോണ്ട് ചെയ്യും, അതല്ലെങ്കിൽ ഫാക്കൽറ്റി റെസ്പോണ്ട് ചെയ്യും. ഏതെങ്കിലും ഒരു കേസിൽ ഫാക്കൽറ്റിയും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദ കോർഡിനേറ്റർ ഓർ യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് ദ ഫാക്കൽറ്റി. നമ്മളെല്ലാം ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പക്ഷേ ഇന്ററാക്ഷൻ വളരെ കുറവാണ്, സീരിയസ്നെസ് വളരെ കുറവാണ്. യു ആർ ഗോയിങ് ടു ദ റെക്കോർഡഡ് ക്ലാസ്. മാത്രമല്ല വളരെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സമയത്ത് ഒരു സിസ്റ്റമാറ്റിക് റെഗുലർ പ്രിപ്പറേഷൻ അല്ലാതെ വളരെ ഇറാറ്റിക് ആയിട്ട് ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കുന്നു, അടുത്ത ഒരാഴ്ച വിട്ടുപോകുന്നു, അങ്ങനെ പോകുന്നു. ഇത് കൊണ്ട് കാര്യമില്ല. there should be a regular preparation. That is number 1. And a serious preparation. ഇനി ഇത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമുക്ക് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ് ഇമ്പോർട്ടന്റ്. ബിക്കോസ് എക്സാമിനേഷൻ അവർ എങ്ങനെയാ ചോദിക്കുന്നത് നമുക്കറിയത്തില്ല. എക്സാമിനർ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് അറിയില്ല. അത് ചിലപ്പം തിയറി ആയിരിക്കും, ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് തിയറി ഉണ്ടാവും. മാത്രമല്ല അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് CIB സംബന്ധിച്ച് നിങ്ങൾക്കിപ്പം BFMO അതുപോലത്തെ പേപ്പർ ആണെങ്കിൽ കറന്റ് ഇവന്റ് നമ്മുടെ എക്കണോമിക് ആൻഡ് ബാങ്കിങ് സിനറിയോയിൽ വന്നിട്ടുള്ള റീസെന്റ് ഡെവലപ്മെന്റിൽ നിന്ന് ഒരു 5 to 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം. നമ്മുടെ മോണിറ്ററി പോളിസീസ് അല്ലെങ്കിൽ നമ്മുടെ ബജറ്ററി അനൗൺസ്മെന്റ്, ഇതിൽ നിന്നൊക്കെ കറന്റ് ചേഞ്ചസ് ഇൻ ദി ബാങ്കിങ് സീനറിയോ അതിനകത്തുനിന്ന് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അന്നേരം ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. IIBFന്റെ ബുക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം കൊണ്ടിരുന്നാലും യു ക്യാൻ സ്കോർ ഒരു 70 to 80 മാർക്സ്, 80 to 85, 90 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അതിനകത്ത് കിട്ടും. പക്ഷേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ യു ഷുഡ് തറോ വിത്ത് ദ ടോപ്പിക്. ആ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. കോൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മനസ്സിലാക്കണമെങ്കിൽ ഡീറ്റെയിൽഡ് റീഡിങ് വേണം. ഡീറ്റെയിൽഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിരുത്തി, നമ്മളൊരു നോവൽ വായിക്കുന്ന ലാഘവത്തോടെ ടെക്സ്റ്റോ മെറ്റീരിയലോ വായിച്ചിട്ട് കാര്യമില്ല. സോ യു ഹാവ് ടു റീഡ്. വളരെ സമയമെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഇത് ബാലികറാമലയൊന്നുമല്ല, പാസ്സാകാൻ പറ്റും. സോ നെക്സ്റ്റ് 5 months ഈസ് എഹെഡ് ഓഫ് യു. വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. IBSന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ദീസ് ആർ ആൾ ദ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ദീസ് ആർ ആൾ ദ നെഗറ്റീവ്സ്, നമുക്ക് പാസ്സാകാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ് എന്നുള്ളതുകൊണ്ട് യു ക്യാൻ ഇൻ ദ ഓപ്പൺ സെഷൻ നിങ്ങൾക്ക് യു ക്യാൻ ഇന്ററാക്ട് ഇറ്റ് ആസ് ഫാക്കൽറ്റീസ് ഓർ ആസ് IBS അക്കാഡമിക് ഡയറക്ടർ. ഞങ്ങൾക്ക് അതൊരു ഒരു ലൈറ്റാണ്. കാര്യം ഇന്ന ഏരിയയിൽ നമ്മൾ വീക്കായി പോയി അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. ബട്ട് ആസ് എ ഫാക്കൽറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ബി വെരി സീരിയസ്, സിസ്റ്റമാറ്റിക്, റെഗുലർ ആയിട്ട് പഠിക്കുക, അതിന് വേണ്ടി സമയം കണ്ടെത്തുക. നമ്മൾ മറ്റ് എക്സ്ക്യൂസ് ഒന്നും പോവാതെ ഇനിയുള്ള അടുത്ത 5 മാസം നമ്മുടെ മറ്റ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്, ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, ഒഫീഷ്യൽ കമ്മിറ്റ്മെന്റ്സ്, അതിനെല്ലാത്തിനും ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക. പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ CIBക്ക് വേണ്ടി കൊടുക്കുക. ബിക്കോസ് ദിസ് ഇസ് എ ലൈഫ്, വൺസ് ഇൻ എ ലൈഫ്. ഈ മെയിൽ അല്ലെങ്കിൽ ജൂൺ ജൂലൈയിൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ യു ക്യാൻ എൻജോയ്. അടുത്ത 30-35 years ahead of you, you are reaping the benefit out of this difficulty or നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഹാർഡ് വർക്ക്. സോ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക, റിവൈസ് ചെയ്യുക. അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ബിക്കോസ് 5 മാസം ഉണ്ട്. നിങ്ങളിപ്പം ഇന്ന് മുതൽ പഠിത്തം തുടങ്ങുന്നു, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. പക്ഷേ ഇനി 4-4.5 മാസം കഴിഞ്ഞിട്ട് എക്സാം എഴുതേണ്ടത്. അന്നേരം നേരത്തെ പഠിച്ചത് മറന്നുപോകും. അവിടെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ആൻഡ് ബി കോൺഫിഡൻറ്റ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ, നമ്മുടെ മക്കളും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദേ ഗോ ഫോർ ദി 11th അവർ പ്രിപ്പറേഷൻ. അതായത് എക്സാമിന്റെ തലേന്ന് 12 മണി വരെ 1 മണി വരെ ഇരുന്ന് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക. ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു. ബി കൂൾ ആൻഡ് കോൺഫിഡൻറ്റ്. എക്സാമിന്റെ തലേന്ന് കൂളായിട്ട് 6 മണിക്കൂർ ഉറങ്ങുക. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു നിൽക്കുക. അല്ലാതെ ഈ 11th അവർ പ്രിപ്പറേഷൻ അവോയ്ഡ് ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. എല്ലാം ലൈവ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അപ്പോഴപ്പോഴും ദൂരീകരിക്കുക. അങ്ങനെ സീരിയസ് ഒരു എഫർട്ട് എടുക്കാമെങ്കിൽ വി ആർ വിത്ത് യു.
IBS is with you, and the success definitely will follow. All the very best, and thank you. Thank you, James sir. Thank you. താങ്ക് യു ജെയിംസ് സാർ, താങ്ക് യു വെരി മച്ച്. വളരെ ഇലാബറേറ്റ് ആയിട്ട് സാറിന്റെ ഏകദേശം 10 വർഷത്തെ ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ്, JIB CIBയിലെ ഓൾമോസ്റ്റ് 10 വർഷത്തെ ആ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഇവിടെ സാറ് ഇവരോട് സാറിന്റെ ആ സ്പീച്ചിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് എല്ലാ ഏരിയയും കാര്യമായി തന്നെ ടച്ച് ചെയ്തു, എല്ലാ ഏരിയയും ടച്ച് ചെയ്തു. ഒരു CIB പ്രിപ്പയർ ചെയ്യുമ്പം ഒരു വ്യക്തി, അതായത് നമ്മുടെ പാർട്ടിസിപ്പന്റ് ഓരോരുത്തരും എങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്, പ്രിപ്പറേഷൻ ലെവൽ എങ്ങനെയായിരിക്കണം, എല്ലാം വളരെ വളരെ വിശദമായിട്ട് തന്നെ ഇത് വ്യക്തമായി ഉൾക്കൊണ്ട ഏതൊരാൾക്കും CIB പാസ്സാകാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. CIBയുടെ പ്രാധാന്യവും അതിന്റെ ഡിഫിക്കൽട്ടി ലെവലും അതിനോടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത്, CIB നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രം ചെയ്യാം. അപ്പൊ വൺ ടൈം അത് വീണ്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ 35-40 വർഷം നീളുന്ന ബാങ്കിങ് കരിയറിൽ CIB ഒരു വൺ ടൈം എഫേർട്ട് മാത്രമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിക്കും ആ അഡീഷണൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അതൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. അതിനെ അങ്ങനെ എഫേർട്ട് എടുക്കുന്നത് കണ്ടിട്ട് മറ്റൊരാള് നമ്മള് അയ്യോ അത് അവര് അങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ എന്നാരും പറയില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അതിന്റെ റിവാർഡ് കിട്ടും. അപ്പൊ ഓരോരുത്തരും എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട് അതിന് റിവാർഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നല്ലോ, കഷ്ടപ്പെടുന്നല്ലോ എന്ന് മറ്റൊരാളും ചിന്തിക്കില്ല. ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് അവരവർക്ക് തന്നെ കിട്ടും. വളരെ വിശദമായി സാർ സംസാരിച്ചു. ഇതിനു മുമ്പ് സംസാരിച്ച് നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ നമ്മുടെ റഹ്മാൻ സാറും അതുപോലെ നമ്മുടെ ഗണേഷ് സാറും വളരെ എലോബറേറ്റ് ആയിട്ട് തന്നെ ഒരു മാനേജ്മെന്റ് എക്സ്പെക്ടേഷൻ എന്താണ്, ഇതിനുള്ള ഇമ്പോർട്ടൻസ്, റെലവൻസ് എന്താണ്, എല്ലാം വിശദമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ രവീന്ദ്രനാഥ് സാറുണ്ട്. നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് വളരെ കാലമായി IBSുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. വളരെയധികം ബാങ്കേഴ്സിന്റെ ആ ഒരു ലൈഫിലൊരു ലൈറ്റ് എത്തിക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയാം. സാറിനെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, യുവർ തോട്ട്സ്. Good evening, Sadish sir. Good evening, dear faculties, dear participants. കേൾക്കാമല്ലോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? ഞാൻ വീട്ടിലല്ല ഉള്ളത്. ആക്ച്വലി വെഡ്നെസ്ഡേ ഞാനൊരു റോട്ടറി ക്ലബിന്റെ മീറ്റിംഗിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ആണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. അല്ല സാർ, ഒരു സെക്കൻഡ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ സാറുമായിട്ട് ഒന്ന് കോട്ട് ചെയ്തോട്ടെ. സാറ് റോട്ടറി ക്ലബിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ ഹെഡ്ഫോൺ ഒന്നും കൊണ്ടുപോകാറില്ലെന്നാണ് എന്റെ വിശ്വാസം. പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് സാർ ഇത് കൂടെ കൊണ്ടുപോയി. അതുപോലെയാണ് പാർട്ടിസിപ്പൻസ്. നമ്മുടെ സാറ് പറഞ്ഞത് നമ്മൾ ഇത് കൊണ്ടു നടക്കണം, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എപ്പോഴും ആ ഒരു ഫീൽ. ഇപ്പൊ ഇവിടെ ഇന്നത്തെ ഇതിന് വേണ്ടിയിട്ട് സാർ റോട്ടറി ക്ലബിലാണെങ്കിൽ പോലും ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹെഡ്ഫോണും വെച്ച് അത്രയും ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെ. സാർ പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എംപ്രൈസ് ദ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ നിങ്ങൾ ലാസ്റ്റ് ടൈം പരീക്ഷ എഴുതി, അത് പാസ്സാകാൻ പറ്റിയില്ല. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. ട്രീറ്റ് യുവർ ഫെയിലിയർ ഇൻ ലാസ്റ്റ് എക്സാമിനേഷൻ ആസ് വാല്യുബിൾ ലേണിംഗ് എക്സ്പീരിയൻസ്. അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് എവിടെയാണ് നിങ്ങൾ തെറ്റിപ്പോയത്, വേർ യു വെന്റ് റോങ്, identify the areas that need improvement, knowledge approach. Next time അപ്പൊ കുറച്ചും കൂടി സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റോട് കൂടി അടുത്ത പരീക്ഷ നിങ്ങൾ എഴുതുക. നമ്മൾക്കറിയാം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്, ഇവരൊക്കെ ഈ CIB ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടാണ് കാണുന്നത്. അത് പാസ്സാവുന്നവരും CIB ഇല്ലാത്തവരും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കണം. മുമ്പേ അങ്ങനെ ആയിരുന്നില്ല, ഒരുവിധം എല്ലാവർക്കും പാസ്സാകാമായിരുന്നു. പക്ഷെ 2023 onwards ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ പ്രൊഫഷണൽ കോഴ്സ്. നിങ്ങൾ എല്ലാവരും കഴിവുള്ളവരാണ്, ആരും കഴിവില്ലാത്തവരല്ല. IBPS ഒക്കെ പാസ്സായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പരീക്ഷ പാസ്സാകാൻ പറ്റും. കഴിഞ്ഞ ഫെയിലിയർ യു ട്രീറ്റ് ഇറ്റ് ആസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ അത് എവിടെ നിങ്ങൾ വെന്റ് റോങ് അതൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് കൂടുതൽ പഠിച്ചിട്ട് അടുത്ത പരീക്ഷ എഴുതുക. ഡെഫിനറ്റ്ലി യു ക്യാൻ പാസ് ദി എക്സാം. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ദ മാൻ വിത്ത് എ റൈറ്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഫ്രം അച്ചീവിംഗ് ദിസ് ഗോൾ. ഇത് പറഞ്ഞിരിക്കുന്നത് തോമസ് ജെഫേഴ്സൺ ആണ്. ഒരാള് റൈറ്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അയാള്
ഒരു കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നതെന്ന് അയാൾക്ക് ആർക്കും നിർത്താൻ പറ്റില്ല. അതുപോലെ അയാളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് അല്ലെങ്കിൽ റോങ് ആണെങ്കിൽ അയാൾക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ യുവർ മെന്റൽ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, resilience leads to success. Your ability to bounce back from failure. ലാസ്റ്റ് ടൈം നിങ്ങൾ ഫെയിലിയർ ചെയ്തു, പക്ഷെ അതിൽ നിന്ന് how you are bouncing back, learning from your mistakes and perseverance through challenges will contribute to your success. ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ അടുത്തതിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചു വന്ന് അടുത്ത പരീക്ഷ പാസ്സാവുക. റിമെമ്പർ, it is not your failure but your ability and willingness to bounce back which counts. നിങ്ങളെ ഫെയിലിയർ അല്ല, നിങ്ങൾ അതിന് തരണം ചെയ്തിട്ട് എങ്ങനെ മുമ്പോട്ട് വരും, അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നത്. എബ്രഹാം ലിങ്കൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓൾവേസ് ബിയർ ഇൻ മൈൻഡ് ദാറ്റ് യുവർ ഓൺ റെസൊല്യൂഷൻ ടു സക്സീഡ്, യുവർ ഓൺ റെസൊല്യൂഷൻ, നിങ്ങൾ തന്നെ സ്വന്തം വിശ്വാസം അർപ്പിക്കുക, ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി അതർ തിങ്. നിങ്ങൾക്കുള്ള വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്തത് എനിക്ക് പറയാനുള്ളത്, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. നമ്മൾ ഒരു ചാർട്ട് ഉണ്ടാക്കി, നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി, ബട്ട് ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്, ഇറ്റ് ഷുഡ് ബി അച്ചീവബിൾ. ഒരു മാസം കൊണ്ട് ഞാൻ ഇതെല്ലാം കവർ ചെയ്യുന്നു, ഒരിക്കലും പറ്റില്ല. 5 മാസം കൊണ്ട്, അടുത്ത 5 മാസം നമ്മളെ ജെയിംസ് സാർ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കുക. Break down your study materials into manageable portions and set realistic goals. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ഗോൾസ് നിങ്ങൾ ഉണ്ടാക്കുക. By achieving smaller milestones, you will not only build confidence but also make the overall task scene more manageable. നിങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ പോലെ ചെയ്യുക. നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക, നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക, അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അത് ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു അച്ചീവ് ദ ഗോൾ. അടുത്തൊരു കാര്യം, നാലാമത് എനിക്ക് പറയാനുള്ളത്, സീക്ക് സപ്പോർട്ട്. നിങ്ങൾ സപ്പോർട്ട് വാങ്ങിക്കുക. നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്, എല്ലാ ഫാക്കൽറ്റീസും ഇവിടെ ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഫാക്കൽറ്റീസ് ഇവിടെ ഉള്ളത്. ഫാക്കൽറ്റീസ് മാത്രമല്ല, നമ്മുടെ MD സാറുണ്ട്, നമ്മുടെ മറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സീക്ക് ദ സപ്പോർട്ട്. Don't hesitate to seek support from your faculties, coordinators, batchmates or friends. ഇവരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങൾ വാങ്ങിക്കുക. They can definitely provide valuable insights, share study techniques and at least emotional support അവർ നിങ്ങൾക്ക് തരാൻ പറ്റും. You are not alone on this journey. Please remember, നിങ്ങളുടെ യാത്രയിൽ ഒറ്റക്കല്ല. നിങ്ങളുടെ entire IBS is there with you. Entire faculties are there with you, from MD to coordinators, everyone, they are with you. So you are not alone on this journey. And asking for help is not a sign of weakness. ഒരാളോട് സപ്പോർട്ട് ചോദിക്കുന്നത്, ഒരാളോട് ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത്, it is not a sign of weakness and it is a sign of strength. നിങ്ങൾക്ക് ഒരു സംശയമുണ്ടെങ്കിൽ ചോദിക്കുന്നത്, it is treated as a sign of strength and not as a sign of weakness. അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബിലീവ് ഇൻ യുവർ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ ശക്തിയില്, നിങ്ങളുടെ കഴിവില് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം. And one exam does not define your intelligence or potential. ഒരു പരീക്ഷയിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട്, ഒരു പരീക്ഷ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കുറയുന്നില്ല. നിങ്ങൾ IBPS പോലുള്ള എക്സാംസ് പരീക്ഷ എഴുതി പാസ്സായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. So believe in your abilities and focus on your strength. Use this opportunity to showcase your true potential in upcoming exam. You are capable. Believe in yourself. You have passed the exam. Believe in your. Helen Keller പറഞ്ഞൊരു കാര്യമുണ്ട്, your success and happiness lies in you. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ജയിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഞാൻ ജയിക്കും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ മൈൻഡ് സെറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് ലൈസ് ഇൻ യു. എനിക്ക് ആറാമതായിട്ട് പറയേണ്ടത്, ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഓൾവേസ് യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്.
എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റില്ല എന്ന് ചിന്തിക്കരുത്. തിങ്ക് ദാറ്റ് ഡെഫിനറ്റ്ലി I will pass the exam this time. Have the positive mindset. Cultivate a positive mindset. Visualize success. ഞാൻ അടുത്ത പരീക്ഷയിൽ പാസ്സാകും എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങളിൽ ഉളവാകണം, നിങ്ങളിൽ ഉണ്ടായിരിക്കണം. Stay optimistic and remind yourself that you have the capacity to overcome challenges. നിങ്ങൾക്ക് ആ കഴിവ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. A positive attitude can significantly impact your performance. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഇനി അടുത്ത 5 മാസത്തോളാണ് ഉള്ളത്. ഒരു ദിവസം പോലും നിങ്ങൾ അനാവശ്യമായിട്ട് കളയാൻ പാടില്ല. ഇവാലുവേറ്റ് യുവർ സ്റ്റഡി ഹാബിറ്റ്സ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. മേക്ക് എ റിയലിസ്റ്റിക് സ്റ്റഡി ഷെഡ്യൂൾ. നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ഷെഡ്യൂൾ, ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. അതിൽ യു ഷുഡ് ഓൾസോ അലോ ഫോർ ബ്രേക്സ് ആൻഡ് റിലാക്സേഷൻ. ഇതും നിങ്ങൾ കൊടുക്കണം. വെറും പഠിത്തം മാത്രമല്ല, കുറച്ച് ബ്രേക്സും റിലാക്സേഷനും വേണം. പക്ഷെ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ, നിങ്ങൾ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് എ ടൈം ടേബിൾ, യു ഹാവ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. 100% നിങ്ങൾ അതിനോട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ മാസ്റ്ററിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഫീലിംഗ് മോർ കോൺഫിഡൻസ് ഡ്യൂറിംഗ് ദി എക്സാം. ചാൾസ് ഡിക്കൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നെവർ ഡു ടുമാറോ വാട്ട് യു ക്യാൻ ഡു ടുഡേ. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നാളത്തേക്ക് നീട്ടിവെക്കരുത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, മടിയൻ മല ചുമക്കും. നമ്മൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളത്തേക്ക് നീട്ടിവെക്കരുത്. പിന്നെ അത് നീട്ടി വെച്ച് അവസാനം അതൊരു വലിയ കൂമ്പാരമായിട്ട് മാറും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് ഇന്നത്തെ കാര്യങ്ങൾ നീട്ടിവെക്കുന്നത്, ദാറ്റ് ഇസ് എ തീഫ് ഓഫ് ടൈം. നമ്മുടെ സമയം അവര് കട്ടെടുക്കുന്നതാണ്. അതൊരിക്കലും ചെയ്യരുത്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. അടുത്തത് എനിക്ക് പറയാനുള്ളത് സെലിബ്രേറ്റ് പ്രോഗ്രസ്. നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ചെറിയ ഓക്കെ, നിങ്ങൾ ഒരാഴ്ച അത് നിങ്ങൾ പഠിച്ചു, അത് യു സെലിബ്രേറ്റ്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്, ഞാൻ ഒരു ഇത്രയും പഠിച്ചു. സോ റെക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ് അലോങ് ദ വേ, നോ മാറ്റർ ഹൗ സ്മോൾ. എത്ര ചെറുതാണെങ്കിലും ശരി, അത് സെലിബ്രേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. Acknowledge the effort you put into preparing for the exam and use each step towards motivation to keep going. ഓരോ ആഴ്ചകളും നിങ്ങൾ എത്ര ചെയ്തു, ഓക്കെ, ദാറ്റ് കോൺഫിഡൻസ് യു ഷുഡ് ഡു ആക്ച്വലി. അല്ലാതെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കല് ഒരിക്കലും പാടില്ല. അത് കാര്യമായിട്ട് ചെയ്യുക. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ യു വിൽ ബി ഏബിൾ ടു സെലിബ്രേറ്റ് ദ പ്രോഗ്രസ്. ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ വിശ്വാസം വേണം. യു നോ മോർ ദാൻ ദാറ്റ് യു തിങ്ക് യു ഡു. നിങ്ങൾക്ക് അറിയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു. ബിഫോർ എനിത്തിങ് എൽസ്, പ്രിപ്പറേഷൻ ഈസ് ദ കീ ടു സക്സസ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ മനസ്സിൽ ഞാൻ പാസ്സാവും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. There is some blink problem. ഹലോ, I think the problem is that you will be able to achieve. I think the connectivity problem is with Ravindra sir. It seems, yes. Connectivity. Sir, can you continue with others or? Yes. ഇൻഫാക്ട് ടൺ കണക്കിന് ഫണ്ട് എന്ന് പറയുന്നത് പോലെ ടൺ കണക്കിന് മോട്ടിവേഷൻ ആണ് ഇത്. ടൺ കണക്കിന് മോട്ടിവേഷൻ ആണ്. പക്ഷെ ഇത് ഫണ്ടായാലും മോട്ടിവേഷൻ ആയാലും അത് ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് വിജയങ്ങൾ എത്തുക.
ഇവിടെ സാറ് പറഞ്ഞു ഒരു കാര്യം, ഞാൻ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പൊ ഈ വാക്കുകൾക്ക് എപ്പോഴും വളരെയേറെ ഓരോ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ CIB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഏതാണ്ട് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ കോർഡിനേറ്റേഴ്സും 5 മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസും നമ്മളോടൊപ്പം ഉണ്ടാവുമ്പോൾ ആ പറഞ്ഞത് ഇറ്റ് മേക്ക് സെൻസ്. ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ട്, വലിയ സപ്പോർട്ടാണ്. ഇതിൽ കൂടുതൽ നമ്മളൊരു ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പം, പ്രത്യേകിച്ച് അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പം നമുക്ക് ധൈര്യം നൽകാനായിട്ട് അതിന് പ്രാപ്തിയുള്ളവർ, അല്ലെ ധൈര്യം നൽകാനായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് പ്രാപ്തിയുള്ളവർ, ഡിസേർവിങ് ആയിട്ടുള്ളവർ നമ്മളോടൊപ്പം കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ധൈര്യം അത് നമുക്ക് ആ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റും. തീർച്ചയായിട്ടും ഞങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് ഈ ഒരു എഫേർട്ടിൽ. താങ്ക് യു വെരി മച്ച് ജെയിംസ് സർ. നമ്മളോടൊപ്പം രമേശ് കല്യാൺ സാർ ഉണ്ട്. രമേശ് സർ, നമ്മുടെ ഫാക്കൽറ്റീസ് ഓരോരുത്തരും ഇവർക്ക് വേണ്ട കുറച്ച് ഗൈഡൻസ്, തീർച്ചയായിട്ടും ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും ഒക്കെ നമ്മൾ നോർമലി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇതില് ലാസ്റ്റ് ഇന്ന് ഇൻവൈറ്റ് ചെയ്തപ്പെട്ട ഫാക്കൽറ്റി ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ഫാക്കൽറ്റിയാണ് രമേശ് സർ. ഓക്കെ, ഇത് കഴിഞ്ഞ് അവരുടെ ഇന്ററാക്ഷനും പിന്നീട് എനിക്ക് അല്പം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉണ്ടാവും. ഇത്രയാണുള്ളത്. താങ്ക് യു. Okay. So good evening, Sadish sir and all faculties. First of all, let me sorry for being late. എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു നേരത്തെ എഗ്രി ചെയ്തത്, അത് ഓവർഷൂട്ടായി 8:40 ആയി തീരാനായിട്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. സോ പ്ലീസ് ബി സോറി. രവി സാറ് ഞാൻ പറഞ്ഞത് കേട്ടു. ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി സേഫ്. ഒരു കാര്യം ഞാൻ ഷോർട്ടായിട്ട് പറയാം, ടേക്ക് ഓൺലി 2 minutes. ഈ IIBFന്റെ എക്സാം പാറ്റേൺ ഞാൻ 81 ബാങ്കിൽ ഏറിയതാണ്. ഇവിടെയുള്ള ഫാക്കൽറ്റി എല്ലാം എന്നെക്കാളും സീനിയേഴ്സ് ആണ്. ഇതിന് ഈ 50 പോയിന്റില് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെയാണ് പല ക്വസ്റ്റ്യൻസ്. കാരണം ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഏത് ക്വസ്റ്റ്യൻസിലാ ചോയ്സ്, എങ്ങനെ വരുന്നു എന്നുള്ളൊക്കെ പ്രഡിക്ഷൻ നമ്മുടെ കയ്യിലില്ല. പിന്നെ രണ്ടാമത് ഞാൻ നിയർലി 10 years അസോസിയേറ്റ് ചെയ്യാണ് IBS. അതിൽ മനസ്സിലായത് എല്ലാ സ്റ്റുഡൻറ്റും ജയിച്ചതിന് ശേഷം ഞാൻ ജയിച്ച കുട്ടികൾ വിളിക്കാറുണ്ട്. അവരിൽ നിന്ന് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ട് വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് ഐ ഹാവ് ടു ഇംപ്രൂവ്. കാരണം ഇതിങ്ങനെ മാറി വരുന്ന സംഗതിയാണ്. ഏതെങ്കിലും പോരായ്മയുണ്ടോ, ഏതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് ഈ ക്ലാസ് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ അതിൻ്റെ ഒരു ലിസ്റ്റാണ്, ഒരു ജിസ്റ്റാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കേരളത്ത് ഇല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. കാരണം ധാരാളം ഇതുമായിട്ട് ബോംബെയിലും പഠിക്കുന്നവരെടുത്ത് എല്ലാം ഞാൻ ചോദിച്ചു. ഈ ഒരു സപ്പോർട്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ സപ്പോർട്ട് അവിടെ ലഭ്യമാകുന്നത് കൂടിയായിരിക്കാം. പക്ഷെ ഇതുപോലെ ഈ തൊട്ട് മോട്ടിവേഷൻ ക്ലാസ്സസ്, റിമൈൻഡിങ് ക്ലാസ്സസ്, നോട്ട്സ്, വാട്സാപ്പ്, പിന്നെ മോക്ക് ടെസ്റ്റ്, ഇത് ഇത്രയും കൺസോൾഡ് ആയിട്ട് ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ളത് ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളത് വി ആർ ഡെഫിനറ്റ്ലി പ്രൗഡ് ഓഫ് ഇറ്റ്. പിന്നെ ഈ ഒരു വിജയ ശതമാനം IIBFല് നമ്മൾ പറഞ്ഞു, അതിനൊരു ജോക്ക. ഞാൻ 81 ബാങ്കിൽ കയറി 3rd ടൈമാണ് ഞാൻ JAB പാസ്സായത്. അന്നും ഐ വാസ് ടേക്കിംഗ് ക്ലാസ് ഫോർ ദ ഫ്രണ്ട്സ്. ഉച്ചയ്ക്ക് ഉള്ള ഇന്റർവെൽ സമയത്ത് 1 മണിക്കൂർ ക്ലാസ് ഇങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഐ പാസ്ഡ് ഓൺലി 3rd ടൈം. ഞാൻ പറഞ്ഞു കൊടുത്തവർ പാസ്സായി. അപ്പൊ ഇത് IIBFന്റെ പാറ്റേൺ ആണ്. അപ്പൊ അതിന് ഞാൻ ചെന്നപ്പോൾ ഞാൻ എൻ്റെ ബാസ് അന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഹി വാസ് കട്ടിങ് എ ജോക്ക്. ഒരാൾ IIBFന്റെ എക്സാം എഴുതി പാസ്സായി എന്ന് പറഞ്ഞ് റിസൾട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ അവിടെ ബോർഡിന് എഴുതിയെന്ന്, ഞാൻ ഈ പരീക്ഷ എക്സാം എഴുതിയേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് നോട്ടി വന്നു, യു ഹാവ് പാസ്ഡ്, ദ ഡിസിഷൻ ഓഫ് ദ ബോർഡ് ഈസ് ഫൈനൽ എന്നാണ് പറഞ്ഞത്. ഒരു ജോക്കാണെങ്കിലും പക്ഷേ വി ഹാവ് ടു ടേക്ക് ചില ഈ കാരണം ഇവിടെ ഞാൻ പ്രാക്ടിക്കലായിട്ട് കണ്ടത്, ഇവിടെ തോൽവി വരുന്നവർ എസ്പെഷ്യലി വളരെ ഡിസ്ഹാർട്ടനിങ് ആണ്. എബവ് 45 അല്ലെങ്കിൽ 44 കിട്ടിയിട്ട് 48, 49. ഒന്ന് ആലോചിച്ച് നോക്കുക, 49 തോറ്റു, 50 പാസ്സായി. ഈ ഒരു മാർക്ക് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഈ IIBFന്റെ പാറ്റേൺ അങ്ങനെയാണ്. ഇവിടെ ഞാൻ എൻ്റെ ഇതുവരെയുള്ള 10 വർഷത്തെ IBSമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഇവിടെ തോക്കുന്നത് കുട്ടികൾ എല്ലാവരും സമ്മതിച്ചു. അത് ആ പഠിത്തത്തിന്റെ അവരെ കൊണ്ട് ഫുള്ളായിട്ട്
പഠിക്കാൻ പറ്റിയില്ല എന്നാണ് എല്ലാവരും ഓണസ്റ്റ് ആയിട്ട് എവരിബഡി ഹാസ് ഓണസ്റ്റ്ലി അഡ്മിറ്റഡ് ദാറ്റ് സർ ഐ ഓണസ്റ്റ്ലി എഗ്രി അഡ്മിറ്റ് ദാറ്റ് ഐ കുഡിൻ ഡു ജസ്റ്റിസ് 100%. എല്ലാവരും പറയുന്നു. അല്ലാതെ നമ്മുടെ പഠിക്കാനുള്ള ഡിലിജൻസ് കുറവുകൊണ്ടോ അല്ലെ ഇന്റലക്ച്വലിന്റെ ബുദ്ധിയുടെ കുറവ് കൊണ്ടോ ഒന്നും അല്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. കാരണം നമ്മുടെ ബാങ്കിന്റെ നേച്ചർ അങ്ങനെയാണ്. അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു ടെമ്പററി ഇതായിട്ട്, കാരണം ആ പരീക്ഷയിൽ തോൽക്കുന്ന ഒരു മെയിനായിട്ട് വിജയം വരെ ഈ സ്വാമി വിവേകാനന്ദയുടെ ആണ് എൻ്റെ സാർ എപ്പോഴും കൂട്ടിയുന്നത്. മാർച്ച് ഓൺ ടിൽ യുവർ ഗോൾ ഈസ് റീച്ച്. CAക്ക് പറയും പരീക്ഷയ്ക്ക് പഠിച്ച് റിസൾട്ട് നോക്കരുത്, അടുത്തത് നിങ്ങളൊന്ന് പഠിക്കുക, പിന്നെ റിസൾട്ട് പറയും നിങ്ങൾ പാസ്സായി നിർത്തിക്കോ. ഇതിൽ വേറൊന്ന്, നമ്മൾ തോൽക്കുന്നത് അതിനു വേണ്ടി ഞാനല്ല പറയുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എത്രയോ നോളജ് ഗ്യാദർ ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ഈ പരീക്ഷയിലൂടെ ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്, യുവർ നോളജ് ദാറ്റ് യു ഹാവ് അക്വയർഡ് ജസ്റ്റ് ബിഫോർ ദ എക്സാം ആൻഡ് ത്രൂ ദാറ്റ് പ്രിപ്പറേഷൻ, വാട്ട് ഓൾ ദ നോളജസ് ദാറ്റ് യു ഹാവ് അക്വയർഡ്, ദാറ്റ് ഈസ് എൻ അസെറ്റ് ഫോർ യു. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു ചെക്കാണെങ്കിൽ അതാണെങ്കിൽ ഇതാണെങ്കിലും അല്ലെങ്കിൽ IBയുടെ ആണെങ്കിലും പ്രഷറിയുടെ ആണെങ്കിലും എത്രയോ കാര്യങ്ങൾ ഇതുവഴി നിങ്ങൾ പഠിച്ചില്ലേ, അതെല്ലാം ഒരു ബെനിഫിറ്റ് ആണ്, തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ആണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു കാര്യം, ഇത് നമ്മുടെ ഇതിനു വേണ്ടി മാത്രമല്ല, ഒരു ഇൻക്രിമെന്റിന് വേണ്ടി മാത്രമല്ല എല്ലാവരും പഠിക്കുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ്. മോട്ടിവേഷന് വേണം, പക്ഷെ അതിലൂടെ യു ഹാവ് അക്വയർഡ് സോ മെനി തിങ്സ്. അതൊന്നും ഒരു നഷ്ടവുമല്ല. പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഒരാൾ തോറ്റു എന്ന് പറഞ്ഞിട്ട് അത് ജീവിതമൊന്നും അതിൽ പോകുന്നില്ല. only that whatever that success that we have expected is being deferred for some time. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുക. വാട്ട് വാസ് ദ റെയിൻ, ഞാൻ ഇത് പ്രിപ്പറേഷൻ പോരാ, ഇതിൻ്റെ ഏരിയയിൽ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു, ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ, കംപ്ലീറ്റ് ചെയ്യണം, ഇതിൻ്റെ ഡൗട്ട്സ് എനിക്ക് വന്നു ഞാൻ ചോദിക്കാമെന്ന് എഴുതി വെച്ചു, പിന്നെ മറന്നുപോയി, ചെയ്യാൻ പറ്റിയില്ല, എവരിതിങ് വിൽ ഹാവ് എ റീസൺ. അത് മുഴുവനും യു മേക്ക് ഗുഡ് ദിസ് ടൈം. അത്രയേ ഉള്ളൂ. നമുക്ക് സാറ് വെൽ സെഡ് രവീന്ദ്രനാഥ് സാർ പറഞ്ഞ മാതിരി നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. യു ആർ ഓൾ കേപ്പബിൾ ഓഫ് ഡൂയിങ്. നിങ്ങൾ എത്രയോ ചലഞ്ചൊക്കെ ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് നോട്ട് എ ടൗൺ വി ക്യാൻ ഹാരി സിറ്റിംഗ് ഓൺ എ ഡെസ്ക് ഓഫ് എ ബാങ്ക്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒന്നും അല്ല. നിങ്ങൾ എത്രയോ ഇതിനേക്കാളും കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യു ഹാവ് പ്രൂവൺ യുവർ മെറ്റീരിയൽ ആൻഡ് യു ആർ സിറ്റിംഗ് ഓൺ ദാറ്റ് സീറ്റ്. അപ്പൊ അതിൽ ഈ ജോലിയുടെ ഇടയിൽ കൂടെ മറ്റേ എക്സാം പോലൊന്നും അല്ല, അവിടേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. ഇവിടെ എങ്ങനെയല്ല, ഒരു ദിവസം രാവിലെ ബാങ്കിൽ പോയാൽ അന്നത്തെ കുറിച്ച് എന്തോന്ന് അറിയില്ല, അതിൻ്റെ ഇടയിൽ കൂടെയാണ് പഠിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സഹായം. സോ സാറ് പറഞ്ഞ മാതിരി ഈ ഫുള്ളസ്റ്റ് ആയിട്ട് നമ്മുടെ ആൾ അവന്യൂസ്, ആൾ നമ്മുടെ ബെനിഫിറ്റ്സ്, ഇവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഫുള്ളസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ തന്നെ ആലോചിക്കാം, ഐ ഹാവ് ടാപ്ഡ് ദാറ്റ് ഫുൾ റിസോഴ്സസ് അവൈലബിൾ വിത്ത് IBS. അത് ഫുള്ളായിട്ട് ചെയ്താൽ ടുഗദർ, ഒബാമ പറഞ്ഞ മാതിരി ടുഗദർ നെവർ ബി ഡിസാർട്ടൺ. ജീവിതത്തിൽ ഒന്നും നമുക്ക് നഷ്ടമായിട്ടൊന്നുമില്ല. അറിവ് സമ്പാദിച്ചത് നിങ്ങളുടെ ഒരു സമ്പത്താണ്, തീർച്ചയായിട്ടും ഒരു സമ്പത്താണ്. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഡു. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് അഗെയിൻ വൺസ് അഗെയിൻ സോറി ഫോർ ദി. താങ്ക് യു സർ. ഓക്കെ സർ. താങ്ക് യു രമേശ് സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ വളരെ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 10 വർഷമായിട്ട് നമ്മളോടൊപ്പം ഉള്ള രമേശ് സാറിന്റെ വാക്കുകളും തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിസിപ്പൻസിനെല്ലാം ഒരു സീരിയസ് ആയിട്ട് ഇതിനെ സമീപിക്കണം എന്നുള്ളതിന് ഒരു എൻഡോഴ്സ്മെന്റ് തന്നെയാണ്. താങ്ക് യു സർ. ഇന്നത്തെ ഈ ദിവസം ആക്ച്വലി വളരെയേറെ, നോർമലി ഞാൻ ഇത്തരം മീറ്റിങ്ങുകൾ വളരെ ഇലോബറേറ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്. ആദ്യ ദിവസം മാത്രമാണ് ഞാൻ സമയമെടുക്കുക. സോ ഇന്ന് നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും വളരെ കാര്യമായി തന്നെ ഓരോരുത്തരും പാലിക്കേണ്ടതായ രീതികളും CIB എങ്ങനെ പാസ്സാകാമെന്നെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഒരു സ്പീച്ച് വളരെ ലിമിറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു വിശ്വാസം. ഏതായാലും എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ബാങ്കുകൾ CIB ചെയ്യാൻ ആരെയും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാങ്കുകൾ CIB ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കമ്പൽഷൻ ആകും. അപ്പൊ അത് നമ്മുടെ ചോയ്സ് അല്ല, ബാങ്കിന്റെ ചോയ്സ് ആണ്. നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ എന്നൊക്കെ പറയുന്നതാണ് ഇൻസിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ബാങ്ക് ഇതുവരെ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബാങ്കിന്റെ, നമ്മൾ CIB ചെയ്യുന്നു എന്നുള്ളത് ബാങ്കിന്റെ ചോയ്സ് അല്ല, അത് നമ്മളുടെ ചോയ്സ് ആണ്. അപ്പൊ നമ്മളായിട്ട് തന്നെ ടേക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ചോയ്സ് ആണ്, നമ്മൾ ടേക്കപ്പ് ചെയ്തേക്കുന്നതാണ്. ബാങ്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട് ബാങ്ക് മോട്ടിവേറ്റ് ചെയ്യണം? നോർമലി ബാങ്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും നമുക്ക് സാലറിയും പിന്നെ ഒരു ധാരാളം പെർക്സ് എല്ലാം തരുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അതിൽ പരം വീണ്ടും ഒരു മോട്ടിവേഷൻ എന്തിനാണ്?
ബാങ്ക് 3 തരത്തിലുള്ള മോട്ടിവേഷനാണ് നമ്മൾ CIB ചെയ്യാൻ വേണ്ടി നമ്മളിൽ എത്തിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇൻക്രിമെന്റ്സ് തന്നെ. ഇപ്പൊ പുതിയ സെറ്റിൽമെന്റിൽ ഓഫീസേഴ്സിനും 2 ഇൻക്രിമെന്റ് എന്ന് കാര്യമായി പറഞ്ഞു കേൾക്കുന്നു. അത് ഓൾമോസ്റ്റ് മെറ്റീരിയലൈസ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഈ സെറ്റിൽമെന്റിൽ പോലും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു ഇൻക്രിമെന്റ്. അതും ഓഫീസേഴ്സിന് ഒന്നേ കൊടുക്കുന്നുള്ളൂ, വീണ്ടും ഒന്നും കൂടി കൊടുക്കണം. അപ്പൊ ആ CIBയുടെ ഇമ്പോർട്ടൻസ്, മോണിറ്ററി ബെനിഫിറ്റ് ഒന്ന്, അതൊരു മോട്ടിവേഷനാണ്. രണ്ടാമത് ആ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടികളിലേക്ക് നീങ്ങുന്ന ഒരു മോട്ടിവേഷനാണ്. ഓഫീസേഴ്സിന് 2 ഇൻക്രിമെന്റ്. ഇന്ന് ഒരു സ്കെയിൽ 1, സ്കെയിൽ 2 25 വയസ്സുള്ള ആൾക്കാർ ധാരാളം പേരാണുള്ളത്, 20, 22, 25 ഒക്കെ. അപ്പൊ അവരുടെ ലൈഫ് ടൈമിൽ അവർക്ക് ആ 2 ഇൻക്രിമെന്റ് വീതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം അതെല്ലാവരും ചിന്തിക്കാവുന്ന കോടികളുടെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ, മോണിറ്ററി മോട്ടിവേഷൻ സപ്പോർട്ടാണ് ഒന്ന്. 2, നമ്മുടെ ഗണേഷ് സാർ പറഞ്ഞുകൊണ്ട് എല്ലാ കോർ പൊസിഷനിലേക്ക് നമ്മൾ നാളെ ചിന്തിക്കുമ്പോഴും CIB എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറുന്നു. നമ്മുടെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടായാലും സ്പെഷ്യലൈസ്ഡ് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടായാലും അവിടുത്തെ സീനിയോറിറ്റി ആയാലും നമുക്ക് തന്നെ ഗ്രേസ് മാർക്ക് ആയാലും എല്ലാം ബാങ്ക് നമ്മളെ അത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. പ്രൊമോഷൻസും ലൈഫിന്റെ കരിയർ പ്രോസ്പെക്ട്സ് ആഗ്രഹിക്കുന്ന എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ബാങ്കുകൾക്ക് ഉണ്ട്. കൂടാതെ CIB പാസ്സായി കഴിഞ്ഞാൽ എല്ലാവരും സൈനിങ് പവേഴ്സ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ വെൽപ്പിക്കുമ്പോൾ വളരെ പ്രൗഡായിട്ട് ജീവിതകാലം മൊത്തവും മുഴുവനും നമ്മൾ CIB എന്നതും വെക്കുന്നു. അടുത്ത കാലത്ത് നമ്മളൊരു ഞാനത് പ്രിസൈസ്ലി ഓർക്കുന്നില്ല, ഒരു ബാങ്കിന്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു ബാങ്കർ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് ആകെ എഴുതിയേക്കുന്ന പോയിന്റുകളിൽ ക്വാളിഫിക്കേഷനായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് CIB ആണ്. അപ്പൊ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോലും അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ CIB എത്ര പ്രൗഡായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു സാക്ഷ്യപത്രം. ഇപ്പൊ ഞാൻ അതിലേക്ക് ഒരുപാട് കിടക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ നിർബന്ധിതമായിട്ടുള്ളതല്ല, നമ്മുടെ ചോയ്സാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, നമ്മുടെ ചോയ്സാണ്. അത് വിജയിപ്പിക്കേണ്ട പ്രൈമറി റെസ്പോൺസിബിലിറ്റി നമ്മുടെ തന്നെയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എടുക്കുന്ന പ്രൈമറി റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം സപ്പോർട്ടിങ് റോളിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയാണ് ഞങ്ങൾ കൂടെ ഉണ്ടെന്നേ പറയാൻ പറ്റൂ. നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രൈമറി റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തന്നെയാണ്. പിന്നെ എനിക്ക് പറയാൻ ഓർമ്മപ്പെടുത്താനുള്ള അടുത്തൊരു കാര്യം, ഇത്രയും ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് മോണിറ്ററി ബെനിഫിറ്റ് ആയ കോടികൾ, മറ്റ് പ്രൊമോഷൻ ആകുമ്പോൾ എല്ലാത്തിനും നമ്മളെ മുന്നിൽ നിർത്തുന്നു, ക്യൂയിൽ ആദ്യമേ കൊണ്ട് നിർത്തുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ലൈഫ് മൊത്തം ഒരു കോവാറ്റഡ് ക്വാളിഫിക്കേഷന്റെ ബെനിഫിറ്റ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക് ഇത്രയും നമുക്ക് ചെയ്യുന്നത്? അപ്പൊ അത് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ബാങ്ക് മാറുന്ന ഓരോ സാഹചര്യങ്ങളിലും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉയർന്നു വരാനും ബെറ്റർ കസ്റ്റമർ സർവീസിനും നിങ്ങളെ കോൺഫിഡൻസ് ഉള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നോളജ് എൻറിച്ച്മെന്റ് ആഗ്രഹിക്കുന്നു. റിലവന്റ് മേഖലകളിൽ നോളജ് എൻറിച്ച്മെന്റ് ആഗ്രഹിക്കുന്നു. CIBയിലോട്ട് വരുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ബാങ്കുകളെ നയിക്കേണ്ടവരാണ് പലപ്പോഴും ബാങ്ക് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങളെ എക്യുപ്പ് ചെയ്യുന്നു. ഈ സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്കുകളാണ് CIBയിൽ കൂടുതലായിട്ടുള്ളത്. JIBയിൽ ജനറൽ ബാങ്കിങ്ങിൽ നിങ്ങളെ എഫക്റ്റീവായിട്ടുള്ള കസ്റ്റമർ സർവീസിനും എഫക്റ്റീവായിട്ടുള്ള ജോലികൾ ഡിസ്ചാർജ് ചെയ്യുന്ന നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ CIBയിൽ നിങ്ങളെ നാളത്തെ ബാങ്കിനെ മുന്നോട്ട് നയിക്കാനുള്ള ടീം എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിങ്ങൾ ആ ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ചെയ്യുന്നു. ഇത്രയൊക്കെ ബാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? ബാങ്ക് എന്തെങ്കിലും കണ്ടുകൊണ്ടല്ലേ ഇത് ചെയ്യുക? ബാങ്ക് വെറുതെ ഇത്രയൊന്നും പൈസ ചിലവാക്കിയില്ലല്ലോ. അതിന്റെ ബെനിഫിറ്റിനെ പറ്റി ബാങ്ക് വളരെ സെർട്ടൺ ആണ്, ബാങ്ക് മാനേജ്മെന്റ് സെർട്ടൺ, അല്ലെങ്കിൽ അവരത് നിർത്തില്ലേ ഇത്? അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് പറഞ്ഞത്. ഇപ്പൊ പുതിയ IBAയുടെ അല്ലെങ്കിൽ IIBFന്റെ തീരുമാനം ഇതാണ്, ഒരു CIB കഴിഞ്ഞ ഒരാളും CIB കംപ്ലീറ്റ് ചെയ്യാത്ത ആളും തമ്മിലുള്ള വ്യക്തമായ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് കുറെ ടോപ്പിക്സുകൾ പഠിക്കാനാണ് പറയുന്നത്. 5 സബ്ജക്റ്റ് ഉണ്ട്, 20ലേറെ മൊഡ്യൂൾസ് ഉണ്ട്. 20ലേറെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 15ഓളം ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണുള്ളത്. നമ്മൾ ഈ 15ഓളം ഡിഫറെന്റ് മൊഡ്യൂൾസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന നോളജ് വാല്യൂ അഡീഷൻ, നോളജ് എൻറിച്ച്മെന്റ്, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊന്ന് ആലോചിക്കുന്നു. നമ്മൾ ഈ 15ഓളം മോഡ്യൂൾസ്, അതായത് ടോട്ടൽ 20+ മോഡ്യൂൾസ് ഉണ്ട്. അതിൽ 15ഓളം ഡിഫറെന്റ് സബ്ജക്റ്റുകളുണ്ട്. ഇത് ഓരോന്നും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ന വ്യക്തി എവിടെ നിന്ന് എവിടെ എത്തി മാറും. നമ്മൾ 10ാം ക്ലാസ് ആയിരുന്നപ്പോൾ എവിടെയായിരുന്നു? നമ്മൾ +2 ആയപ്പോൾ നമുക്കുണ്ടായ മാറ്റം, നമ്മൾ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നമുക്കുണ്ടായ പേഴ്സണാലിറ്റി ചേഞ്ച്, നോളജിലുള്ള ഇത്, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ പിന്നീട് ഉദ്യോഗസ്ഥരായപ്പം ഇതേപോലെ നമ്മുടെ ഈ നോളജ് ഈ ഒരു CIB കഴിയുമ്പോഴും വ്യക്തമായ മാറ്റം ഉണ്ടാവും. അതാണ് ബാങ്ക് ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ റിവോർട്ട് ചെയ്യാൻ ചെയ്യും.
കൊടികളുടെ ബെനിഫിറ്റും മറ്റ് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ സക്സസ് ആവും. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്. രണ്ടാമത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര എഫേർട്ട് എടുക്കാം. നമ്മൾ തന്നെയാണ് നമ്മൾ ആ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നത്. CIB ഇത്തവണ നിങ്ങൾ തീരുമാനിച്ചു, CIB എടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മളൊന്ന് ആഗ്രഹിക്കുമ്പോൾ, നമുക്കൊരു അതിനൊരു അച്ചീവ്മെന്റ് എന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. വെറുതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ അച്ചീവ്മെന്റ് എന്ന് പറയില്ല. ഒരു സഫീഷ്യന്റ് എഫേർട്ട് എടുത്ത് ഇൻവോൾവ്മെന്റ് വരുത്തി ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ടൈമും നമ്മുടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന അവസാനം സക്സസ്ഫുൾ ആകുമ്പോഴാണ് അതിനെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ CIB എന്തായാലും ബാങ്കേഴ്സിന് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ആർക്കും തർക്കമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CIB പാസ്സായി, യെസ്, ഇറ്റ്സ് എൻ അച്ചീവ്മെന്റ്. ആരും പറയും, നിങ്ങളുടെ ബാങ്കിന്റെ ചെയർമാനും പറയും ഇത് അച്ചീവ്മെന്റ് തന്നെയാണെന്ന് പറയും, എല്ലാവരും പറയും. അപ്പൊ ഒരു അച്ചീവ്മെന്റ് എന്നുള്ള വാക്ക് നമുക്ക് നമ്മളിലേക്ക് എടുത്തു വെക്കണമെങ്കിൽ അത് പെട്ടെന്നൊന്നും പറ്റില്ല. ഒരു മിനിമം ഒരു എഫേർട്ട് എടുത്ത് വളരെ ഒരു ലാഘവത്തോടു കൂടി ഒരു അച്ചീവ്മെന്റിലെ പറയില്ല. അതൊരു സാധാരണ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഡേ ടു ഡേ ബേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ലൈഫ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ബാങ്കിൽ CIB ഒരിക്കൽ ചെയ്താൽ 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും റിന്യൂ ചെയ്യാൻ പഠിക്കേണ്ട. ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമാണ് CIB ചെയ്യുന്നത്. അപ്പൊ അതിന് നല്ല ഒരു എഫേർട്ട് എടുക്കണം. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്നു, ഒരു 5 days യാത്രയാണ്. നമ്മൾ വെറുതെ അങ്ങ് പോവല്ലോ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മിനിമം പ്ലാനിങ് ഒക്കെ വെക്കും. 5 ദിവസം എങ്ങനെയാണ്, എവിടൊക്കെയാണ് പോകേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ തങ്ങേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അവിടെ പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതിനുണ്ടാകുന്ന ഫിനാൻഷ്യൽ ഇതും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അത്യാവശ്യം പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ CIBയിലോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്ലാനിങ് വേണം. അതാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഇതൊരു ഐ ഓപ്പണർ എന്ന് കണ്ടാൽ മതി. എനിക്കിതറിയാം. പക്ഷെ നിങ്ങളുടെ ബിസി ബാങ്കിങ് ഷെഡ്യൂളിൽ പലപ്പോഴും നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ചെന്ന് വരില്ല. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു, വരുന്നിടത്ത് കാണാം. അതായിരിക്കും പലപ്പോഴും ആറ്റിറ്റ്യൂഡ്. അങ്ങനെയല്ല വേണ്ടത്. CIB ഒരു അച്ചീവ്മെന്റിലേക്കുള്ള യാത്രയാണ്. അതിന് ഒരു പീരീഡ് ഓഫ് ടൈം വേണം. IIBF ഈ എക്സാം മന്ത്ലി നടത്തുന്ന ഒരു എക്സാം അല്ല, ഹാഫ് ഇയർലി എക്സാം നടത്തുന്നത്. അത് തന്നെ വ്യക്തത കാണിക്കുന്നുണ്ട് ഇതൊരു 6 മാസം പ്രിപ്പയർ ചെയ്യേണ്ട എക്സാം ആണെന്ന്. 6 മാസം IIBF പറയുമ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടാണ്. നമുക്കത് 6 മാസം കണ്ടു 4 മാസത്തെ നല്ലൊരു എഫേർട്ട് ഇതിന് വേണമെന്ന് കാണാം. അപ്പൊ 4 മാസത്തെ എഫേർട്ട് എന്ന് പറയുമ്പോൾ ബാങ്കിലും പോകാതെ മറ്റെല്ലാ പരിപാടിയും മാറ്റി ചെയ്യാനല്ല പറയുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിങ് ജോലികളാകാം, രണ്ടാമത് നിങ്ങളുടെ സോഷ്യൽ ഫാമിലി കമ്മിറ്റ്മെന്റ് ആകാം. അതിനോടൊപ്പം കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. സ്പേസ് കണ്ടെത്തിയിട്ട് നമ്മൾ അഡീഷണൽ എഫേർട്ടിന് തയ്യാറാവും. അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും ഉറക്കത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരുപക്ഷെ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളായിരിക്കാം. ഈ ഒരു ടൈം പീരീഡിൽ 8 എന്നുള്ളത് ഒരു 6.5 മണിക്കൂറോ 7 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ ആയിട്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് അത് കട്ട് ഷോർട്ട് ചെയ്യാം. അപ്പോൾ 2 മണിക്കൂർ നമുക്ക് അവിടെ 2 മണിക്കൂറോളം നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ ഒരു 3-4 മാസത്തേക്ക് ഒരു കോംപ്രമൈസ് ചെയ്തു. 2 നമ്മളുടെ പലമാതിരി ജനറൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നമ്മൾ പല പരിപാടിയിൽ പങ്കെടുക്കും. വേണ്ടെങ്കിലും മൊബൈലിൽ നമ്മൾ ആവശ്യം പോലെ സമയം സ്പെൻഡ് ചെയ്യും, മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യും. അതിനൊന്ന് കുറച്ച് സമയം വന്ന് അതിൽ നിന്നും കാർവ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നും കുറച്ച് സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കൊരു 3 മണിക്കൂർ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ അത് പറ്റും. ഒരു 3 മണിക്കൂർ കണ്ടെത്താം. അപ്പോൾ ഒരു ഉറക്കത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു 1.5 മണിക്കൂർ, പിന്നെ 1.5 മണിക്കൂർ സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കിയിട്ട് ഒരു 3 hours ഓൺ എ ഡെയിലി ബേസിസ്. അതിൽ 1.5 മണിക്കൂർ ക്ലാസ്സും 1.5 മണിക്കൂർ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ. കാരണം നമ്മൾ ക്ലാസ് കേട്ടാൽ എല്ലാം നമുക്ക് ഓർക്കണമെന്നില്ല, പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പിന്നെ ഓൺലൈൻ ആണ്, നമുക്ക് ഫെസിലിറ്റീസ് ഒരുപാട്, വീട്ടിൽ നിന്ന് പഠിക്കുക എന്നുള്ള എല്ലാ കംഫർട്ട് ലെവൽ വരുമ്പോഴും ഒരുപക്ഷെ ഓഫ്ലൈൻ്റെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ ഇതിലെല്ലാം നിന്നുകൊണ്ട് നമ്മൾ 3 hours ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സാം പാസ്സാവും. അപ്പൊ മുമ്പ് നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞതുപോലെ ഒരു പ്ലാൻ വേണം. ഓരോ ദിവസവും നമ്മളോടൊപ്പം ഉണ്ടാവണം. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ തരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് കോഴ്സ് ഓഫർ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സസ് തന്നെയാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാം നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാം പല ഫാക്കൽറ്റീസ് ആണ്. ഒരു ഫാക്കൽറ്റീസ് അല്ല എല്ലാ സബ്ജക്റ്റും എടുക്കുന്നത്. ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു 4 മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ 2-3 ഫാക്കൽറ്റീസ് ആണ് എടുക്കുക. അപ്പൊ എന്താണ് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ഇതിലും ഇത് സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്സുകളായതുകൊണ്ട് ഓരോ ടോപ്പിക്സിലും ശരിക്കും വർക്ക് എക്സ്പീരിയൻസും ഉള്ളതും ടീച്ചിങ് സ്കിൽസും ഉള്ളതുമായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്കൽറ്റീസിനാണ് ആ റോൾ കൊടുക്കുക. IBSൽ ഒരിക്കലും ഒരു ഫാക്കൽറ്റിയെ വിളിച്ച് സാർ ഞങ്ങൾക്ക് ഫാക്കൽറ്റി കുറവുണ്ട്, സാർ ഈ ടോപ്പിക് കൂടെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിക്കാറില്ല. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന വേർഡ് തന്നെ ക്ലാസ്സസ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന
നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾ ലവ് ചെയ്യുന്ന അത്തരം ടോപ്പിക്സ് മാത്രം എടുക്കാനാണ് നമ്മൾ അവരെ ഏൽപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എല്ലാം തന്നെ അത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും ആ ടോപ്പിക്സിനെ പറ്റി നല്ല ധാരണയുള്ളവരാണ്. അപ്പൊ അവരിൽ നിന്നും നമ്മൾ ക്ലാസ്സുകൾ കൂടാതെ നമ്മുടെ നമ്മുടെ ഹോംവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡൗട്ട്സുകളെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ എല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ IBSന്റെ ലൈവ് സ്ട്രീമിംഗ് ക്ലാസ്സുകളുമായിട്ട് ഇന്ന് ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയുന്ന ലൈവ് ക്ലാസ്സുകൾ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ്. നമ്മളത് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ബാങ്കേഴ്സ് ആണ്, ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസീസ് വരും, ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവും, ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ വരാം ഒഴിവാക്കാൻ പറ്റാത്ത. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തരുന്ന ഒരു ആഡഡ് സൗകര്യങ്ങളാണ്. മാത്രമല്ല ചിലപ്പോൾ കണക്ടിവിറ്റി ഇഷ്യൂസ് വരാം, ചിലപ്പോൾ ഒരു തവണ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, വീണ്ടും കേൾക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ പ്രതീക്ഷ എന്താണ്? നമ്മൾ ക്ലാസ്സസ് കേട്ട് ഒന്നും കൂടെ സിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ ക്ലാസ്സസ് മൾട്ടിപ്പിൾ തവണ കേൾക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡഡ് വീഡിയോ ഉപയോഗിക്കും. ഏതെങ്കിലും ലെവലിൽ ക്ലാസ് മിസ്സായാൽ അത് പ്രയോജനപ്പെടുത്താൻ, അത് അവർക്ക് മിസ്സാകണ്ട എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് റെക്കോർഡഡ് വീഡിയോസ് എപ്പോഴും അവൈലബിൾ ആക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ലെഷർ ടൈമിൽ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഇരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല തരുന്നത്. പിന്നെ CIBയുടെ സബ്ജക്ട് പലരും ഇപ്പോഴും എനിക്ക് അല്പം ഞാൻ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയത്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം JIB കംപ്ലീറ്റ് ചെയ്തു, CIBയിലോട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു, വളരെ വളരെ താല്പര്യത്തിലൂടെ സംസാരിക്കുന്നു. സർ ഇത് എഴുതി ജയിക്കാൻ പറ്റും, ഞാൻ ഫസ്റ്റ് ടൈം എഴുതാമ്പോൾ പലരും പറയുന്നത് ഭയങ്കര ടഫാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ടഫ് എന്ന് പറയാൻ പറ്റില്ല. ടഫും ഈസിയൊക്കെ നമ്മൾ തന്നെ ആക്കുന്നത്, വേറെ ആരും അല്ല ആക്കുന്നത്, നമ്മൾ തന്നെ ആക്കുന്നത്. നമ്മൾ അതിനെ ഈസി ആക്കണമെന്ന് വിചാരിച്ച് ഈസി ആക്കാൻ പറ്റും. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ 3 മണിക്കൂർ വീതം ഡെയിലി കണ്ടെത്താൻ പറ്റുന്ന ഒരാൾക്ക് ഇത് ടഫാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈസിയും ആക്കാം ടഫും ആക്കാം. അപ്പൊ ഈ എക്സാമുകൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു വളരെ ഈസി ഗോയിങ് അല്ല, JIBയുമായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ടോപ്പിക്സിന് കൺസെപ്റ്റൽ ക്ലാരിറ്റി വളരെ വേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് അതിന് കേപ്പബിൾ ആണ്. നമ്മളുടെ ക്ലാസ്സുകൾ, പിന്നെ റെക്കോർഡഡ് വീഡിയോ, മോക്ക് ടെസ്റ്റുകൾ, നമ്മുടെ കോഴ്സ് മെറ്റീരിയൽസ്, PPTs ഇതെല്ലാം ചേരുമ്പം ഒരു തോൽക്കാനുള്ള റിസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു 80% യൂട്ടിലൈസ് ജയിക്കും. അപ്പൊ ഇത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല, പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു നമ്മൾ ഡിസർവിംഗ് ആയിട്ടുള്ള ലെവലിൽ ഇതിനെ കണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ കാണുന്നത് ഒരു മെച്ചം എന്ന രീതിയിൽ ഞാൻ കാണുന്നത്, ഒരു ബാങ്ക് ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ്. ബാങ്ക് എന്താ ആഗ്രഹിക്കുന്നത്? ബാങ്ക് കുറെ പൈസ അധികമുണ്ട്, ഡെപ്പോസിറ്റേഴ്സ് ഒരുപാട് ഫണ്ട്സ് ഇട്ടിട്ടുണ്ട്, നമുക്ക് ആ ഒരു ഇത്തവണത്തെ ബിസിനസ് പ്രോഫിറ്റ് വളരെ കൂടുതലാണ്, അപ്പൊ അതിൽ കുറെ നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അല്ല ഇതിന് ഇൻക്രിമെന്റ് തരുന്നത്. ഇത് എന്താണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒരു മച്ച് നീഡഡ് ആയിട്ടുള്ള നോളജ്, ഇത് എൻറിച്ച്മെന്റ് വേണം, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സാം പാസ്സാകാൻ വേണ്ടി ശ്രമിക്കുക അല്ല വേണ്ടത്. നിങ്ങൾക്ക് കോടികളുടെ ബെനിഫിറ്റ് ഉണ്ട്, മോണിറ്ററി പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന എവിടെ വേണമെങ്കിലും എത്താം, അത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും കൂടെ ഇരിക്കുന്ന ആൾ തൊട്ട് നമ്മൾ വരുന്ന മെയിൻ എക്സിക്യൂട്ടീവ്സ് വരെ പല തലങ്ങളിൽ നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചാരിതാർത്ഥ്യം അതെന്നും നിരന്തരമായി നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന. അപ്പൊ ഇതിനെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റിനെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും, നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്ന് വേണ്ട. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മളെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുകയാണ്, മറന്നുപോകും. പക്ഷെ നമ്മൾ പേപ്പർ വായിക്കുന്നു, നമ്മൾ മറക്കാറില്ല. കാരണം എന്താ? പേപ്പർ വായിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്, പഠിക്കുന്നതോ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെ കാണേണ്ടത് മനസ്സിലാകാൻ വേണ്ടി, അറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഒരു ശ്രമം. എന്താണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച്, എന്താണ് ഈ ട്രഷറിക്ക് അതുള്ളത്, അല്ലെ റിസ്ക് മാനേജ്മെന്റ് എന്തൊക്കെയാണ് ടൂൾസ്, അപ്പൊ അതുപോലെ തന്നെ HR പ്രാക്ടീസസ് എന്തൊക്കെയാണ്, അങ്ങനെ നിരന്തരം പല മാനേജ്മെന്റ് ടോപ്പിക്സ് എന്താണ്. ബാങ്കർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മാർക്കറ്റിംഗ് പേഴ്സൺ അല്ലേ. അപ്പൊ ഇന്ന് ബാങ്കുകൾ തമ്മിലുള്ള ഹ്യൂജ് കോമ്പറ്റീഷൻ, അതുപോലെ സസ്റ്റെയിൻ ചെയ്യാനുള്ളത്, പിന്നീട് കോമ്പറ്റീഷൻ, ഗ്രോത്ത് എല്ലാം ഉള്ളപ്പോൾ നമ്മളൊരു മാർക്കറ്റിംഗ് പേഴ്സൺ അല്ലേ. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെയും പഠിക്കാം. അപ്പൊ ഓരോ ടോപ്പിക്സിനെ പറ്റി നമ്മൾ അറിയാനുള്ള ഒരു അവസരം ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിവ് ആഫ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, അവിടെ നമ്മൾ അപ്സ്കില്ലിംഗ് ആയി. പിന്നീട് നമ്മളൊരു അപ്സ്കില്ലിംഗ് റെഗുലർ ബേസിസിലാവുന്നുണ്ടാവില്ല. ഡെയിലി ബാങ്കിങ്ങിലെ പ്രവർത്തനത്തിൽ നമ്മൾ ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അപ്സ്കില്ലിംഗ് റിയലി സംഭവിക്കാനുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഈ ഒരു പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഈ ടോപ്പിക്കുകൾ മനസ്സിലാകാൻ ശ്രമിക്കുന്ന എഫേർട്ടിനിടയ്ക്ക് ഞാൻ ഇത് പാസ്സാവും, എക്സാം പാസ്സാവും. അതോടുകൂടി എനിക്കുണ്ടാവുന്ന നോളജ് പിന്നീട് അത് എടുത്ത് കളയാൻ പറ്റില്ല. അല്പസ്വല്പം അവിടെ ഇവിടെ മറവി സംഭവിക്കാം, എന്നാൽ നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സംഗതിയാണെന്ന് റിയലൈസ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഈ ടോപ്പിക്കുകൾ മനസ്സിലാക്കാൻ നമ്മൾ അതിനെ അറിയാൻ ശ്രമിക്കുന്ന പ്രോസസ്സിനിടയ്ക്ക് നമ്മൾ CIB പാസ്സാവും. അതാണ് വേണ്ടത്. അല്ല CIB 5 പേപ്പറുണ്ട്, 50 മേടിക്കണം, അതിനകത്ത് 50 എങ്ങനെ മേടിക്കാം, അങ്ങനെ ചിന്തിക്കാതെ ആ സബ്ജക്റ്റുകൾ എന്താണെന്ന് അറിയാനുള്ള ശ്രമം, മനസ്സിലാക്കാനുള്ള ശ്രമം.
നമ്മുടെ ഫാക്കൽറ്റിയിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം. അപ്പൊ നമുക്കുണ്ടായിരിക്കുന്ന നോളജ് എൻറിച്ച്മെന്റ് എന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ നമുക്ക് ഫോറക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് പെട്ടെന്ന് നമുക്ക് അതിന് ഒരുപാട് നമ്മൾ തല മുന്നാക്കണ്ട. നമ്മുടെ ആരോഗ്യത്തെയും നമ്മളത്, കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിങ് റോള് കുറച്ചുകൂടി ഈസി ആവും. ഡെയിലി ടെൻഷൻ അടിച്ചിരിക്കുന്ന, കാരണം നോളജ് ഉണ്ട്, നമുക്ക് പ്രോസസ്സ് അറിയാം, എങ്കിൽ നമുക്ക് ബാങ്കിങ്ങിന് ഉള്ള പല കാര്യങ്ങളും നമുക്ക് വളരെ സുഗമമായിട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇത് പഠിക്കുക എന്നുള്ളത് വിട്ടിട്ട് ഒരു ചെറിയ മാറ്റം, ആ ചെറിയ മാറ്റം എന്താണ്, അറിയുക എന്നുള്ളത് മാറ്റും. ഇത് നമുക്കൊന്ന് അറിഞ്ഞു കളയാം എന്നുള്ള ആ പ്രോസസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. ഇൻഫാക്ട് ഈ പ്രാവശ്യം ഞങ്ങൾ റിസൾട്ട്സിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞു സിംഗിൾ ഡിജിറ്റ് ആണെന്ന്. 2022 ആക്ച്വലി ഞങ്ങൾ ഇപ്രാവശ്യം മാർക്കറ്റിംഗ് ലെറ്ററിൽ വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട്. 2023 റിസൾട്ട് മോശമായിരുന്നു. പൊതുവെ IIBF-ന്റെ തീരെ മോശമായിരുന്നു, IBS-ന്റെ മോശമായിരുന്നു. ഇതിന് മേജർ കാരണങ്ങൾ ആരും തന്നെ തീരുമാനം, എല്ലാവർക്കും അൺസർട്ടൺ ആയിട്ട് തന്നെയാണ് 2023 കടന്നു പോയത്. കാരണം ഈ എക്സാം എങ്ങനെ ഉള്ളതായിരിക്കും, ഇത് എഴുതണോ, ഇത് എഴുതാൻ പറ്റുമോ, ആരും കോൺഫിഡന്റ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്തില്ല. ഞാൻ CIB പാസ്സാവും എന്ന് ആലോചിച്ച് ഇറങ്ങി വന്നേക്കുന്ന വളരെ കുറച്ച് പേരെ കാണുള്ളൂ. മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സ് 1.25 ലക്ഷം പേര് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ എക്സാമിന്റെ നമ്പേഴ്സ് ഓൾമോസ്റ്റ് 1 ലക്ഷം പേരായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ റിലയബിൾ സോഴ്സിൽ നിന്നും IIBF-ൽ നിന്നും അറിയാൻ പറ്റിയത്. നല്ലൊരു കുറവുണ്ടായി. ഉള്ളവർ തന്നെ പലരും എക്സാം എഴുതാൻ അപ്ലൈ ചെയ്തൊരു എക്സാം എഴുതാൻ പോയില്ല. കൂടാതെ IIBF-ന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും കൂടെ ഉണ്ടായി, ഈ എക്സാം സെന്റർ ഒക്കെ വളരെ റിമോട്ട് ആയിട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടെ വന്നപ്പോൾ കുറെ പേർക്ക് എക്സാം എഴുതാൻ പോയില്ല, അത് സീരിയസ് ആയിട്ട് കണ്ടില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഇവിടെ നമ്മുടെ ഫാക്കൽറ്റി പറഞ്ഞു കൂട്ട് ലാസ്റ്റ് മിനിറ്റ് എഫേർട്ട് കൊണ്ട് ഓടി നടന്നത് കാര്യമില്ല. നിങ്ങൾ തന്നെ അടുത്തെത്തും, പക്ഷെ സക്സസുമായിട്ട് നമ്മൾ വേറിട്ട് നിൽക്കും. നമുക്ക് വേണ്ടത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ, അവിടെയാണ് നമ്മുടെ ജെയിംസ് സാർ അതിനെ വളരെ കാര്യമായിട്ട് പറയുന്നത്. നമുക്കൊരു ഇതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. എല്ലാത്തിനും നമ്മൾ ഒരു സ്ഥലത്ത് 100 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. നമ്മൾ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അപ്പൊ ആലോചിക്കും എങ്ങനെ പോകണം, ഓർഡിനറി ബസ്സിൽ പോകണോ, അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റോപ്പിൽ പോകണോ, സൂപ്പർ ഫാസ്റ്റിൽ പോകണോ, അല്ലെങ്കിൽ എക്സ്പ്രസിൽ പോകണോ, അല്ലെങ്കിൽ എയർ ബസ്സിൽ പോകണം. എന്തിനാ നമ്മൾ ആലോചിക്കും നമുക്ക് സ്പീഡ് ടൈം കുറയ്ക്കാം എന്നുള്ളത്. പക്ഷെ 100 കിലോമീറ്ററിന് എത്ര ടൈം കുറച്ചാലും അതിന് മിനിമം ടൈം നമുക്ക് വേണ്ടി വരും. അപ്പൊ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ മിനിമം ടൈം കുറയ്ക്കും. നമുക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന മീൻസ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ മറ്റ് സപ്പോർട്ടുകൾ എല്ലാം ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ ടൈം കുറയ്ക്കാമെന്നല്ലാതെ ഒരു പർട്ടിക്കുലർ ലെവലിൽ കുറയ്ക്കാൻ പറ്റില്ല. ഈ 100 കിലോമീറ്ററിന് നമുക്കറിയാം 3 മണിക്കൂർ ഇന്ന് കേരളത്തിൽ ആവറേജ് എടുക്കുന്നുണ്ട്. അത് 2.5 മണിക്കൂറാക്കാം, 2 മണിക്കൂറാകാം. വേണ്ടി വന്നാൽ എല്ലാം കൺഡ്യൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരു കണ്ടീഷൻസിൽ നമുക്കത് 1.5 മണിക്കൂറും ആക്കാം. പക്ഷെ അതിൽ താഴെ നമ്മൾ 100 കിലോമീറ്റർ ഓടുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇന്നറന്റ് ആയിട്ടുള്ള ഒരുപാട് റിസ്ക് ഉണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് 2 ആഴ്ച 3 ആഴ്ച 1 മാസത്തെ എഫേർട്ട്, ലാസ്റ്റ് മിനിറ്റ് ഓട്ടം പ്രാക്ടിക്കലി അതിനകത്ത്. അതുകൊണ്ട് ആ ഒരു ടൈം ഇൻസഫിഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത്തവണ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങാം. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നമുക്ക് ഒരു കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ, കുറച്ച് ദിവസം നമുക്ക് നോളജ് എൻറിച്ച്മെന്റ് ആയിട്ട് നമുക്ക് അതിനെ എടുക്കാം. പേടിക്കേണ്ട, ഈ സബ്ജക്ട് ഒന്നും പേടിക്കാനില്ല. കാരണം ഇതിനോട് ഇപ്പോഴും ഞാൻ ആ കുട്ടി ചോദിച്ചപ്പോൾ എന്നോട് ഒരു സാർ ഇപ്പം മനസ്സിലാവുന്ന കാര്യം ഞാൻ പറഞ്ഞ അറ്റൻറ്റീവ് ആയിട്ടിരുന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും. നമുക്ക് ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാകാൻ അത്യാവശ്യം പ്രയാസം വന്നാൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോ കാണാം. ഇനി വീണ്ടും നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണോ, അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി തരും. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിത് 2024 നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ അല്ലെ ജൂണിൽ വരാൻ പോകുന്ന എക്സാം നമ്മൾ പാസ്സാവും എന്നൊരു തീരുമാനം ആദ്യമേ എടുക്കും. നമ്മളൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനം വിജയിപ്പിക്കേണ്ട അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമ്മുടെയാന്ന് പറയുന്നതായിരിക്കും ശരി. ബാക്കി എല്ലാവരും ചെയ്യും, എല്ലാവരും ഹെൽപ്പ് ചെയ്യും, കിടക്കട്ടെ. എന്നാലും നമ്മളങ്ങ് അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഏറ്റെടുക്കുക. നമ്മളെടുത്ത തീരുമാനം പാസ്സാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എന്റേതാണ്. ഞാൻ ഈ ഒരു അടുത്ത 3-4 മാസം IBS-നോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി. നമ്മുടെ ഓരോ ഇതിലും അപ്പൊ നിങ്ങൾ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്തുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഇൻവോൾവ് ആയിക്കൂടാ? ഒരു ലേണിംഗ് പ്രോഗ്രാം ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മുടെ ഫാക്കൽറ്റീസും ഉണ്ടാവും. നിങ്ങൾ ആക്റ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ എല്ലാം ഇൻവോൾവ്മെന്റ് എനിക്ക് IBS-ന്റെ ഹെഡ് എന്ന നിലയിൽ എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ ഇതൊരു ലേണിംഗ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരിക്കൽ പോലും നിങ്ങൾ മുൻപ് കാണാത്ത അത്രയും ലേണിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ് മാറ്റാം. തീർച്ചയായിട്ടും CIB പാസ് 1 ടൈം ആയിട്ട് 5 പേപ്പർ പാസ്സാവുന്ന വെച്ചാൽ ഹെർക്യൂലിയൻ ടാസ്കേ അല്ല. അതൊരിക്കലും ഒരു ഹെർക്യൂലിയൻ ടാസ്ക് അല്ല. അതൊരു നോർമൽ എന്ന് ഞാൻ പറയില്ല. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ഡിസയർ ആണ് CIB പാസ്സാവണം. അത് പാസ്സായി കഴിയുമ്പോൾ അതിനൊരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാം. പക്ഷേ ഈ ഡിസയറിനും അച്ചീവ്മെന്റിനും ഇടയ്ക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഉണ്ട്. ആ കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് എഫേർട്സ് എന്ന് പറയുന്നത്. അതും പ്ലാൻഡ് എഫേർട്ട്.
സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻഡ് എഫേർട്സ് ആണ് ഡിസയറിനെ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുന്നത്. അതില്ലാതെ പറ്റില്ല, അതില്ലാതെ ഒരു കാരണവശാലും പറ്റില്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ക്ലാസ്സുകൾ മിസ്സാക്കരുത്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ JIB കാൻഡിഡേറ്റ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് നമ്മുടെ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ ധോണിയോട് റിപ്പോർട്ടേഴ്സ് ചോദിച്ചു, നിങ്ങൾ ഈ വേൾഡ് കപ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ധോണി പറഞ്ഞു, ഞാൻ ഈ വേൾഡ് കപ്പിനെ മൊത്തത്തിൽ ഇപ്പൊ എന്തായാലും നോക്കി കാണുന്നില്ല, ഞാൻ ഓരോ മാച്ച് ബൈ മാച്ച് ആയിട്ട് കാണും. ഞാൻ തൽക്കാലം അടുത്ത മാച്ചിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അത് കഴിയട്ടെ അടുത്ത മാച്ചിലേക്ക്. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് എങ്ങനെ കണക്ക് നോക്കാമെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾക്ക് ഏതാണ്ട് 120-125 hours ഒരു ട്രെയിനിങ് ക്ലാസ്സുകളാണ് തരുന്നത്. അപ്പൊ അത് ഏതാണ്ട് ഒരു 3 മാസത്തോളം ഉണ്ടാവും. നിങ്ങൾക്കറിയാം 3 മാസത്തോളം ഉണ്ടാവും. 3 മാസം ക്ലാസ്സുകളെല്ലാം ഒന്നെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അറ്റൻഡ് ചെയ്യണോ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ അതിനെ അങ്ങനെ കാണണം. നിങ്ങൾ ഒരു 10 ദിവസം എന്ന് പ്ലാൻ ചെയ്യുക. IBSന്റെ ആദ്യത്തെ ഈവനിങ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ഈവനിങ് 10 ദിവസം ഞാൻ മറ്റൊരു പ്ലാനും ഇടില്ല. കാരണം ആ 2 ആഴ്ചത്തേക്ക് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാക്കൽറ്റീസ് അങ്ങനെയല്ലേ ഷെഡ്യൂൾ ചെയ്യുന്നത്. 10:30 ടൈം ടേബിൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഫാക്കൽറ്റിയുടെ മുൻപ് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ അവർക്ക് മറ്റു ആക്ടിവിറ്റീസ് ഉണ്ടായാലും ഒന്ന് മാറ്റി വെക്കും. അങ്ങനെയാണ് ആ പതിവ്. അപ്പം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെയാണ്, ഫാക്കൽറ്റി എന്നൊന്നും മാറ്റുന്ന കാര്യവും എന്നൊന്നും ഫാക്കൽറ്റി ചേഞ്ചസ് അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അവിടെ ഒരു സീരിയസ്നെസ് ഉള്ളതുപോലെ നിങ്ങളും ഒരു 10 ദിവസം കാണുക. ആ ഒരു 1 മാച്ച് എന്ന് പറയുന്ന ഇവിടെ 10 എന്നായിട്ട് അങ്ങനെ എടുക്കുക. അവിടെ ആ സ്കെയിൽ അങ്ങനെ എടുക്കുക. 10 ദിവസത്തെ ക്ലാസ് ഞാൻ മിസ്സാകില്ല എന്ന് വെച്ചാൽ 2 വീക്സ്. 2 വീക്സിൽ എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യും, ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യും എന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ 10 ദിവസം അറ്റൻഡ് ചെയ്ത് ഒന്നും മിസ്സാക്കിയില്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒരു ബലം ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടി വീണ്ടും ഒരു 10 ദിവസം കഴിയും. അടുത്ത 10 ദിവസം ഞാൻ അറ്റൻഡ് ചെയ്യും. 10+10 20 ഡേയ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് CIB നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് കൂട്ടിക്കും. കാരണം 20 ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ ക്ലാസ് ഒന്നും മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്ന് സംഭവിച്ചൊന്നുമല്ല. നിങ്ങളൊരു ഡിറ്റർമിനേഷൻ, നിങ്ങൾ ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്. നിങ്ങൾ ഇത്തവണ ശരിക്കും ആഗ്രഹിക്കുന്നത് വൈൽഡ് ഡിസയർ ഉണ്ട് നിങ്ങളിൽ. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ കുറച്ച് സാക്രിഫൈസിന് തയ്യാറാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു നോ പെയിൻ നോ ഗെയിൻ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെയും നിങ്ങൾ അതിന് തയ്യാറാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇത് കൊണ്ടേ പോകൂ എന്ന് നിങ്ങൾ തീരുമാനം. നിങ്ങൾ ആദ്യമേ വേണ്ടത് നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും. കാരണം നമ്മളിൽ തന്നെ ഒരു ഡ്യുവൽ ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് തന്നെ ധൈര്യം കൊടുക്കണം. അപ്പൊ ആ ധൈര്യം കൊടുക്കലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് നിൽക്കാതെ ലൈവ് ക്ലാസ്സുകളിലേക്ക് നമ്മളോടൊപ്പം ഉണ്ടാവും. ലൈവ് ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലൈവ് ക്ലാസ് തരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും CIBയിൽ ഒരു ഭൂതവും ഒളിഞ്ഞിരിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. CIB ഈസി ആയിട്ട് പാസ്സാവും. ഞങ്ങൾ നിങ്ങളെ പാസ്സാക്കാം. അവിടെയാണ് മുമ്പേ പറഞ്ഞത് ഞങ്ങൾ ആരാണെന്നുള്ളത്. 13ാമത്തെ വർഷത്തിലേക്ക് ഏതാണ്ട് 24-25 ബാച്ചുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം പേര് 10,000-കണക്കിനോളം പേര് IBS നിന്നും JIBയും CIBയും പാസ്സായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാനുള്ള പാഷനേറ്റ് ആണ്. അതിൽ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം നിങ്ങൾക്കറിയാം അത്തരമായി തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവോൾവ്മെന്റോട് വരുമ്പോഴാണ് അതിനൊരു പൂർണ്ണമായ ബെനിഫിറ്റിലേക്ക് കിടക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ലാസ്റ്റ് എനിക്ക് പറയാനുള്ള ടോപ്പിക്കുകൾ നമ്മുടെ ക്ലാസ്സസ് 24-25 ജസ്റ്റ് തുടങ്ങി വെക്കും. 24-25 കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ചെയ്തിരുന്നത് മോർണിംഗ് ഏതാണോ എടുക്കുന്നത് അത് തന്നെ ഈവനിങ് എടുക്കുക എന്നുള്ളതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കാരണം ചിലർക്ക് 2 സബ്ജക്റ്റ് ഉണ്ട്, ചിലർക്ക് 1 സബ്ജക്റ്റ് ഉണ്ട്, ചിലർക്ക് 3 സബ്ജക്റ്റ് കിട്ടാനുള്ളവരുണ്ട്, ചിലർക്ക് ചില ടോപ്പിക് 5 എണ്ണം ഉണ്ടെങ്കിലും ആദ്യമേ കുറച്ചുകൂടെ ഇപ്പൊ സമയം കൂടുതലാണ്. കോർ സബ്ജക്ട് അവർക്ക് വേണ്ട ടോപ്പിക് ഇത് ഇത്തിരി ടഫായിട്ട് തോന്നുന്നു, അപ്പൊ അത് ആദ്യമേ അറ്റൻഡ് ചെയ്ത് കളയാം. ഇങ്ങനെ ഓരോരുത്തരുടെയും നമ്പർ ഓഫ് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ടോപ്പിക്സിന്റെ നോളജ് ടഫ്നെസ് അവർ കാണുന്നതിനെ അത് അവിടെ ആദ്യമേ പറഞ്ഞല്ലോ, എല്ലാ മോഡ്യൂൾസും നിങ്ങളൊന്ന് നോക്കണം, നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ കണ്ടെത്തുന്നു എനിക്ക് ഇതിനകത്തുള്ള ഒരു ടോപ്പിക്, അതായത് HR അത് വരുന്ന ആ ടോപ്പിക് ABM കുറച്ച് ഇതാണ്. അപ്പൊ ABM എവിടെയാണോ ആദ്യമേ തുടങ്ങുന്നത് അത് നിങ്ങൾക്ക് ആ ബാച്ച് സെലക്ട് ചെയ്യാം. ഞങ്ങൾ ചെറിയ മാറ്റങ്ങളോടുകൂടി വരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എടുക്കുന്ന ടോപ്പിക്ക് വൈകിട്ട് ആവുന്ന മുൻപുള്ള സമ്പ്രദായം മാറ്റിയിട്ട് മോർണിംഗ് ഒരു മൊഡ്യൂൾ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ആദ്യമേ 2 സബ്ജക്റ്റിന് കൊടുക്കുന്ന പ്രിഫറൻസ് മറ്റ് 2 സബ്ജക്റ്റിനായിരിക്കും ഈവനിങ് പരമാവധി കൊടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരവസരം. ഇനി ചിലർ തീരുമാനിക്കുകയാണ് മോർണിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യും, ഈവനിങ് അറ്റൻഡ് മാർച്ചിലെ അല്ലെങ്കിൽ ചില എക്സാം അടുത്ത് വരുമ്പോൾ എനിക്ക് ചില പറയാൻ പറ്റില്ല എന്റെ സിറ്റുവേഷൻ എന്താണെന്ന്. പക്ഷെ എനിക്ക് ഇപ്പൊ പറയാം ഈ ഒരു മാസം എനിക്ക് ഓക്കെയാണ്, ഈ മാസം എനിക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് മാസത്തിലേക്ക് പോകണ്ട. മോർണിംഗ് ബാച്ച് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ബേസ് ഗണേഷ് സാർ പറഞ്ഞ പോലെ ഇവിടെ ബേസ് ഒരു ബാച്ച് ഉണ്ടാവും. നിങ്ങൾ മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് ആണ് ബേസ് ബാച്ച്. പക്ഷെ ഈവനിങ് ബാച്ചിന്റെ ക്ലാസിന്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും.
പക്ഷെ അവിടെ നമ്മളൊരു കണ്ടീഷനെ വെക്കുക, മോർണിംഗ് ബാച്ചിൽ വരുന്നൊരു മോർണിംഗിൽ തന്നെ ഉണ്ടാവും, ആക്റ്റീവായിട്ടുണ്ടാവും. പക്ഷെ ഈവനിങ് ബാച്ചിൽ അവർ ഗസ്റ്റുകളാണ്, ഇൻവൈറ്റീസ് ആണ്. അവര് ഈ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കുന്ന ഒഴിവാക്കി അത്യാവശ്യം സൈലന്റ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ബേസ് ബ്രാഞ്ച് ആകുമ്പോൾ പലരും അത് 100% അറ്റൻഡ് ചെയ്യാൻ നോക്കും, ഈവനിങ് പരമാവധി അറ്റൻഡ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇടയ്ക്ക് ക്ലാസ്സിൽ മിസ്സാവും. അപ്പൊ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നിട്ട് അതിനകത്തുള്ള ആ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാതെ ഇടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻ കയറി വരുമ്പോൾ കാര്യമറിയാതെ ചില ക്വസ്റ്റ്യനുകളിലേക്ക് പോകും. അത് നമ്മുടെ ആ ബാച്ചിനെ, റെഗുലർ ബാച്ചിനെ ബാധിക്കും, ആ ബാച്ചുകാരെ ബാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈവനിങ് ബാച്ചിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈവനിങ് ബാച്ച് അറ്റൻഡ് ചെയ്യാം. മോർണിംഗ് ബാച്ചിന് ലിങ്ക് ഷെയർ ചെയ്യും, മോർണിംഗ് ബാച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ മാസം ഞാൻ നല്ല എഫേർട്ട് എടുക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മോർണിംഗും ഈവനിങ്ങും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ എന്താ പറയുക ടോപ്പിക്കുകളിലേക്ക് നമ്മൾ കടന്നു പോകാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങൾ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വെച്ചേക്കുന്നത്. റിപ്പീറ്റേഴ്സിനെ നമ്മൾ ഒരു പരാജിതർ എന്നുള്ള രീതിയിലല്ല കാണുന്നത്. കാരണം നിങ്ങളെല്ലാം ബാങ്കിന്റെ വളരെ റെസ്പോൺസിബിൾ പോസ്റ്റിലേക്ക് ഇരിക്കുന്ന ആൾക്കാരാണ്. പലർക്കും പല ബ്രാഞ്ചിന്റെ പല സിറ്റുവേഷൻ, ഫാമിലി എല്ലാം റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൂടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തോൽവിയൊന്നും അല്ലെങ്കിൽ അതിനെ അങ്ങനൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ വേണ്ടത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല, അല്ലെ കാണാൻ പറ്റിയില്ല. ഇത്തവണ നമ്മൾ വീണ്ടും തീരുമാനത്തോടു കൂടിയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പറ്റിയാൽ IIBF ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക, ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി തയ്യാറാവുക. വൺ ടൈം എഫേർട്ട് ആണെന്ന് ഓർക്കുക, അല്ലെങ്കിൽ നമ്മൾ വൺ ടൈം എഫേർട്ട് ആക്കി മാറ്റണം. അതാണ് ബുദ്ധി. വൺ ടൈം എഫേർട്ട് ആക്കി മാറ്റും. ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവും, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ അല്ലെങ്കിൽ മോർണിംഗ് നിങ്ങൾക്ക് എന്തെല്ലാം പ്രോഗ്രാമുകൾ മുൻപ് എൻഗേജ് ആയത് ഒന്ന് സൈഡ് ലൈൻ ചെയ്യും, അതൊന്ന് മാറ്റി എല്ലാം മാറ്റി വെക്കണം. ഒഴിവാക്കാൻ പറ്റാത്തത് നമ്മൾ തീർച്ചയായിട്ടും അതിനെ പോയേ പറ്റും. പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്തത് അല്ലെ ഒഴിവാക്കുന്ന ഏതൊക്കെയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയുക. എന്നിട്ട് അത് ഒഴിവാക്കിയിട്ടിരിക്കുക. എനിക്ക് പറയാനുള്ളത് ഫാമിലിയോടും പറയുക, ഞാൻ ഈ CIB ചെയ്യാൻ പോവാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ മോട്ടിവേഷൻ എനിക്ക് വേണം, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് ഇത് പാസ്സായാൽ കിട്ടാവുന്നത് ഹ്യൂജ് മോണിറ്ററി ബെനിഫിറ്റ് ഇന്നതാണ്. അപ്പൊ ഇത് ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പറഞ്ഞേക്കണം. കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന ഹ്യൂജ് മോണിറ്ററി ബെനിഫിറ്റ്, മറ്റ് ബെനിഫിറ്റ്സിനെ പറ്റി നമുക്ക് നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അറിയാൻ പറ്റിയാൽ അവർ നമ്മളെക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മളെ ക്ലാസ്സിൽ പിടിച്ചിരുത്തുന്നതിന് വേണ്ടി അവർ കാണിക്കും. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ബുക്കും പേനയും വെക്കണം. ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വീണ്ടും തിരിച്ചെത്തണം, ആ മാനസിക ലെവലിലേക്ക് വരണം. വൈകിട്ട് 8 മണിക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് വന്നിരിക്കരുത്. എവിടെയെങ്കിലും കിടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചലച്ചിത്ര ഗാനം കേൾക്കുന്നോട്ട് നമ്മൾ അത്തരം സബ്ജക്റ്റ് അല്ല CIBയിലുള്ളത്. വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് നമ്മൾ ഇരിക്കുക. ഓർക്കുക, നമ്മളിപ്പോ CIB പാസ്സാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നമ്മുടെ ബാങ്കിലും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ കുട്ടികളിലും അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിലും ഉണ്ടാവുന്ന പോസിറ്റീവ് ചേഞ്ച്, അത് അവരുടെ ലൈഫിലും വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസ് എല്ലാം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്ന എല്ലാവരിലേക്കും അതെത്തും. അപ്പൊ ആ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കാം, നമുക്ക് അഡീഷണൽ എഫേർട്ട് എടുക്കാം. അതിനുവേണ്ടി എല്ലാവർക്കും തയ്യാറാവും. ഇത്രയേ ഉള്ളൂ എൻ്റെ വാക്കുകൾ. നമുക്ക് ഇനിയുള്ള ഒരു ഓപ്പൺ സെഷനാണ്. നമ്മുടെ ക്ലാസ്സിന് കിട്ടാവുന്ന ടൈം 5:45 മോർണിംഗ് ടു 7:15 ആണ് മോർണിംഗ് ടൈം. ഈവനിങ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് 8 to 9:30 കഴിഞ്ഞ തവണത്തെ പോലെ. ഇപ്പൊ നമ്മുടെ അടുത്ത ദിവസം ബാച്ചിൽ ചോദിക്കും നിങ്ങൾക്ക് ഏത് ടൈമാണ് വേണ്ടത്. 10:30 ടൈം ടേബിൾ അതിൽ ഷെയർ ചെയ്യും. അതനുസരിച്ച് നിങ്ങൾക്ക് ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഇത്തവണ നമുക്ക് CIB പാസ്സാവുന്ന ഒരു പ്രാർത്ഥനയും ഇതിനോടൊപ്പം ഞാൻ വെക്കുന്നു. എല്ലാ ഫാക്കൽറ്റീസിനോടും ഈ ഒരു പ്രോഗ്രാം വളരെ പോസിറ്റീവാക്കി വളരെയധികം ആക്റ്റീവാക്കി മാറ്റിയതിൽ, വളരെയധികം എന്താ പറയുക കോൺഫിഡൻസ് ബൂസ്റ്ററായി മാറ്റിയതിൽ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനി ഇതൊരു ഓപ്പൺ സെഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സ്, അത്തരം കാര്യങ്ങൾ ചോദിക്കാം. എനിക്ക് ഫൈനൽ ഒരു വേർഡും കൂടെ ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്ലാസ് ലീവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്ലാസ്സിന്റെ എന്താ പറയുക ഒരു ബെനിഫിറ്റ് നിങ്ങൾ ഇപ്പൊ എന്തായിരുന്നു എന്നുള്ളത് ഒരു മെസ്സേജിൽ യൂസ്ഫുൾ ആയിരുന്നു, കാരണം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഇത്തരം ഒരു സംവിധാനം എന്താണെന്നുള്ളത് കൂടെ ഒന്ന് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സപ്പ് ചാറ്റ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇത് ഓപ്പൺ സെഷൻ ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സതീഷ് സർ. സർ ഒരു ഡൗട്ട്, ക്ലാസിന്റെ പാറ്റേൺ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മോർണിംഗ് ഈവനിങ് സെഷന്റെ പാറ്റേൺ എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് മോർണിംഗ് ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് BFM തുടങ്ങുകയാണെങ്കിൽ ഈവനിങ് ടൈമിലും BFM തന്നെ ആയിരിക്കും വയ്ക്കുക. അത് ഒരേപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. BFM തുടങ്ങി ഫസ്റ്റ് ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 2 മോഡ്യൂൾ കഴിയുന്നു, അടുത്ത ഒരു സബ്ജക്ട് എടുക്കുന്നു, 2 മോഡ്യൂൾ കഴിയുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ 2 മോഡ്യൂൾ വീതം, ഒരു സബ്ജക്ട് 2 മോഡ്യൂൾ കഴിഞ്ഞു,
അടുത്തൊരു പേപ്പറിലോട്ട് പോയി 2 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും 1ാമത്തെ പേപ്പറിൽ എത്തുന്നു, ആ 2 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ വീണ്ടും 2ാമത്തെ പേപ്പറിൽ പോകുന്നു, വീണ്ടും 2 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ 8 മോഡ്യൂള് 2 സബ്ജക്റ്റുകളായിട്ട് ആദ്യമേ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സബ്ജക്റ്റുകളിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ 3-4 പേപ്പർ, അത് 5 പേപ്പറുകൾ ബാക്കിയുള്ളവർ ചിലപ്പോൾ 1-2-3 മാസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ചിലപ്പോൾ ആ ഒരു ടൈം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇത് കണക്കിലെടുത്തുകൊണ്ട് മോർണിംഗിൽ എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റുകളിൽ നിന്നും അല്പം 1-2 ആണ് മോർണിംഗിൽ എടുക്കുന്നതെങ്കിൽ 3-4 ഇൻക്ലൂഡ് ചെയ്യാനായിരിക്കും ഈവനിങ്ങിൽ നമ്മൾ വെക്കുന്നത്. അതിന്റെ നിങ്ങളുടെ അഡ്വാൻറ്റേജ്, 2 അഡ്വാൻറ്റേജ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ളവരാണെങ്കിൽ മോർണിംഗും അറ്റൻഡ് ചെയ്യാം, ഈവനിങ്ങും അറ്റൻഡ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ അത് ഡിമാൻഡിങ് ആണ്. ഇതെല്ലാം ഡിമാൻഡിങ് ആണ് തീർച്ചയായിട്ടും. കാരണം അത് ഓക്കെ. രണ്ടാമത്തേന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. എനിക്ക് BFM ആണ് ശരിക്കും ടഫ്. കഴിഞ്ഞ തവണയൊക്കെ നോക്കി BFM ആണ് ടഫ്. BFM താണ്ട് മോർണിംഗ് സെഷനിൽ BFM ആണ്. എന്നാൽ BFM ഉള്ള മോർണിംഗ് സെഷനിൽ മെയിൻ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യാം. അപ്പൊ അത് നമുക്ക് വേറൊരാൾക്ക് BFM ആയിരിക്കില്ല ചിലപ്പം. കഴിഞ്ഞ പ്രാവശ്യത്തെ BRBL ആയിരിക്കും ചിലപ്പം ഒരു ടഫായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ABFM ആയിരിക്കും കുറച്ചുകൂടെ ഇതാണ്. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള കുറച്ചും കൂടി സൗകര്യം. ഏതൊരാൾക്കും ഒരു 10-15 ദിവസത്തിനപ്പുറം ക്ലാസ് തുടങ്ങി ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്യേണ്ട രീതിയിൽ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് ആ ടൈം ടേബിളോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ധാരണ കിട്ടും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ബാച്ച് മോർണിംഗ് ആണോ ഈവനിങ് ആണോ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. നിങ്ങളുടെ ഡൗട്ട്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിന്റെ നമ്മളിവിടെ എല്ലാവരും പറഞ്ഞു നല്ല മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തു എന്ന് പറഞ്ഞു. എന്നിരുന്നാലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്യേണ്ട നിങ്ങളുടെ സജഷൻസ് നമ്മൾ അൾട്ടിമേറ്റ്ലി ഇന്ന് നമ്മൾ റിപ്പീറ്റേഴ്സിന് വേണ്ടി വെച്ചത് തന്നെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ടോ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അതിൽ കണ്ട ഒരു കുറച്ച് ഇമ്പ്രൂവ്മെന്റിനുള്ള സ്കോപ്പ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കാകാം. പിന്നെ നിങ്ങളെ ഒന്ന് ശരിക്കും ഒന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇതിനെ ഒന്ന് റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. അപ്പൊ ഇനി മുന്നോട്ട് പോകേണ്ടതിനെ പറ്റി പ്ലാൻ ചെയ്യാം. ഇതെല്ലാം കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് സംസാരിച്ച് നമ്മൾ വേണ്ടത്ര സമയം എടുത്തു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഉള്ള സമയമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. ഒരാൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് മറ്റുള്ളവർക്കും ബെനിഫിഷ്യൽ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ തീർച്ചയായും മടി വെക്കണം. ക്ലാസ്സസ് മൺഡേ ടു തേഴ്സ്ഡേ ആ റേഞ്ചിൽ തന്നെയാണോ? ട്യൂസ്ഡേ ടു ഫ്രൈഡേ? ഇപ്രാവശ്യം 5 days ഒക്കെ വരുവാണെങ്കിൽ മാറും. ഇപ്പോഴത്തെ ടൈം ടേബിൾ നമ്മൾ ഇട്ടിരിക്കുന്നത് മോർണിംഗ് സെഷൻ അറിയാമല്ലോ. മൺഡേസ് നിങ്ങൾ യാത്രയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ട്യൂസ്ഡേ മോർണിംഗ് സെഷൻ ആണെങ്കിൽ ട്യൂസ്ഡേ മുതൽ സാറ്റർഡേ വരെ. ആ സാറ്റർഡേ എന്താണ്? ഫസ്റ്റ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേയും ആകുമ്പോൾ സാറ്റർഡേ ഉണ്ടാവും. സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ സമയങ്ങളിൽ നമുക്ക് സാറ്റർഡേസ് ഉണ്ടാവില്ല. അപ്പൊ 5 മുതൽ 6 ദിവസം, ഇൻഫാക്ട് അങ്ങനെയാണോ? അതെ, 4 മുതൽ 5 ദിവസം അല്ലേ? വ്യാഴം വെള്ളി, അതെ, 4 മുതൽ 5 ദിവസമാണ് ഒരു ആഴ്ചയിൽ വരുന്നത്. 4 to 5 days. ഈവനിങ് ആവുമ്പോൾ നമ്മൾ മൺഡേ ഈവനിങ് തൊട്ട് ഫ്രൈഡേ ഈവനിങ് വരെ മാക്സിമം. മൺഡേ ടു ഫ്രൈഡേ ഈവനിങ്. ചില ദിവസം മൺഡേ ടു തേഴ്സ്ഡേ വരെ 4 ദിവസം. കാരണം സെക്കൻഡ് സാറ്റർഡേ വരുമ്പോൾ നിങ്ങൾ ഫ്രൈഡേ യാത്രയിലായിരിക്കും. അപ്പൊ ഈവനിങ് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും മിസ്സാവേണ്ടി വരും. അതുപോലെ ഒരു റിക്വസ്റ്റ് ഉണ്ട് സാർ, ഈ ഹോളിഡേയ്സിന് കഴിവതും ക്ലാസ് ഒഴിവാക്കുന്നത് തന്നെയായിരുന്നു. കാരണം നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം ഞാൻ പറയാം. ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ഈവനിങ് ബാച്ച് നമ്മൾ ടെന്റേറ്റീവ് ടൈം ടേബിൾ ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ ടൈം ടേബിൾ അങ്ങനെ വലിയ മാറ്റങ്ങൾ വരുത്താറില്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു. ബാങ്കേഴ്സ് ആണ്, റിട്ടയർഡ് മനുഷ്യരാണ്. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി വരാം, ചിലപ്പം കുടുംബത്തിലുണ്ടാകുന്നു അല്ലെ ഉണ്ടാകുന്നതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പൊ ചില ക്ലാസ്സുകൾ അവിടെ ഇവിടെയോ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നേക്കാം. റയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ഇത്ര മണിക്കൂറെങ്കിലും ക്ലാസ് നിങ്ങളിലേക്ക് വന്നാലേ നമുക്ക് അത് ഇത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ 5 സബ്ജക്റ്റും വേണമെങ്കിൽ 500 മണിക്കൂർ എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ചില ഓർഗനൈസേഷൻ അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ട് 500 hours ഓഫ് ലൈവ് ക്ലാസ്സസ്. അവിടെയാണ് ഇവിടെ നമ്മുടെ ഒരു ഫാക്കൽറ്റി പറഞ്ഞ് ഓർക്കേണ്ടത്,
നമ്മുടെ ടാർഗറ്റുകളായാലും നമ്മൾ ചിന്തിക്കുന്നതായാലും. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു രവീന്ദ്രനാഥ് സാറാന്ന് പറഞ്ഞത് നമുക്ക് പ്രാക്ടിക്കൽ ആകുന്ന കാര്യങ്ങളെ വെക്കാവുള്ളൂ. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ലിമിറ്റഡ് ടൈമിൽ നിങ്ങളെന്ന ബാങ്കർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് കാച്ചിക്കുറുക്കിയെടുത്ത് ഒരു 120-125 അവേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ പരമാവധി ഇത്തവണ നമ്മൾ ആദ്യ ബാച്ചുകളിൽ ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് മോർണിംഗും ഈവനിങ്ങും വളരെ ലിമിറ്റഡ് ആയിട്ട് ചില സെഷൻസ് മാത്രമാണ് നമ്മൾ ഹോളിഡേയ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ തുടരാൻ മാക്സിമം ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഒരു 1-2 ക്ലാസ് അഡീഷണൽ ആയിട്ട് വെക്കുന്ന ഇൻ കേസ് ആ സാറ്റർഡേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മിസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെക്കോർഡഡ് വീഡിയോസ് കാണാനുള്ള അവസരമുണ്ട്. ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ മോർണിംഗ് സെഷനിലും ഈവനിങ്ങിലും ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ വെക്കില്ല. പരമാവധി അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡെയിലി ക്ലോസ് ചെയ്ത് പോകണം. മോർണിംഗ് സെഷൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ വൈകുന്നേരം ഇരുന്ന്, അതാണ് ഞാൻ 3 മണിക്കൂർ ആശയം പറഞ്ഞത്. മിനിമം മോർണിംഗ് 1.5 മണിക്കൂറിന് 1.5 മണിക്കൂർ വൈകുന്നേരം ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ആ ഡെയിലി ബേസിൽ അത് പറ്റാത്തവരാണെങ്കിൽ വീക്ക്ലി ബേസിസിൽ ഇരുന്ന് അത് ക്ലോസ് ചെയ്യണം. വീക്കെൻഡിൽ ഇരുന്ന് നമുക്ക് അത് റെഫർ ചെയ്യാനുള്ള നമ്മൾ അതിന് സഫീഷ്യന്റ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. പിന്നെ ഇൻ കേസ് വീക്കെൻഡിലും പറ്റാതില്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ചില ലീവുകൾ CIBക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇയർ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. CIBക്ക് വേണ്ടി ഒരു കുറച്ച് ലീവുകളൊക്കെ എടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം അത്രമാത്രം ആ ടോപ്പിക്കുകൾ നമുക്ക് വേണ്ടിയിട്ടില്ല. നമ്മളെ ഈ CIB പാസ്സായി കഴിഞ്ഞാൽ നമ്മളൊന്ന് കുടഞ്ഞു കളഞ്ഞാൽ നമ്മൾ നേടിയെടുത്ത ആ ഒരു നോളജ് ഒന്നും പോവില്ല നമ്മുടെ കയ്യിൽ നിന്ന്. അത് നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും. അതിൽ 70-80% ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാൻഡ് ആയിട്ട് കുറച്ച് ലീവും കൂടെ ഇപ്പോഴേ ഒന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. ലീവ് എടുക്കണമെന്ന് ഞാൻ അങ്ങനെ പറയുകയല്ല. നമുക്ക് ഈ വീക്കെൻഡിലായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാതെ പോവുകയാണെങ്കിൽ ഒരുപാട് അതിനെ ഇത് ബാക്ക്ലോഗ് ഇടാതെ നമ്മൾ ഒരു പ്ലാൻഡ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നന്നായിരിക്കും. പരമാവധി നമ്മൾ ക്ലാസ്സസ് ഹോളിഡേസ് ഒഴിവാക്കാം. യെസ് സാർ, ഈ MCQs ഒക്കെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് വന്നിട്ടാണ് ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മള് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതാണ് ആൻസർ എന്നുള്ള അവിടെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കഴിഞ്ഞ 2 എക്സാമിലും അതാണ് കുറെ ആൾക്കാർക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. ക്വസ്റ്റ്യന്റെ ക്വാളിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തവണ കൂടുതൽ ഇങ്ങോട്ട് എത്താൻ വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഫാക്കൽറ്റീസിനോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എഫേർട്സ് കുറച്ചുകൂടി ഒന്ന് കൂട്ടണം. ഇക്കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസിങ് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് തന്നെയാണ്. അത് JIBയിലും ഉണ്ട്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസിനെ കുറെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ അത് നമ്മുടെ ക്ലാസ് സെഷനിൽ ചിലപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല. നമ്മൾ ചിലപ്പോൾ വേണ്ടി വന്നാൽ ഇപ്രാവശ്യം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് അഡീഷണൽ ആയിട്ട് 1-2 ക്ലാസ്സുകൾ വേറെ ടൈമിൽ അത് ഒരുപക്ഷെ ഹോളിഡേയ്സിലാകാം. താല്പര്യമുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തവണ നമ്മൾ ആ ക്വാളിറ്റീസ് ഈ പറഞ്ഞ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യും. കഴിഞ്ഞ തവണത്തിൽ നമ്മൾ കുറച്ച് പിന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇക്കാര്യത്തിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഇത്തവണ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ബിസിനസ് മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കുറച്ചുകൂടെ സമയം കൂടുതൽ വേണ്ടി വരും തോന്നുന്നു. അതിനൊക്കെ നമുക്ക് കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സർ, ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തികച്ചും ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല അക്കാഡമിക് സബ്ജക്റ്റുമായിട്ട് വന്നവര്, മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ BTech അങ്ങനെയുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ വന്നവര്, അത് കഴിഞ്ഞ് പല വർഷങ്ങളായിട്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവര്, വിവിധ ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്നവര്, പല കേഡറിൽ ഇരിക്കുന്നവര്. അപ്പൊ ഈ തികച്ചും ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇപ്പൊ സാറിന്റെ ഒരു ഡിമാൻഡ് അഡ്വാൻസ് ABFM-ന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സമയം കൂടുതൽ അലോക്കേറ്റ് ചെയ്യാം. മറ്റൊരാളുടെ ചിലപ്പോൾ ഒരുപക്ഷെ BFM-ന് വേണ്ടിയിട്ട് കൂടുതൽ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. വേറൊരാൾക്ക് കുറച്ചുകൂടെ ഒരു ടോപ്പിക്ക് അഡ്വാൻസ് ബാങ്ക് മാനേജ്മെന്റിലെ ടോപ്പിക്കുകളായിരിക്കും ചിലപ്പോൾ അത്. അപ്പൊ അതനുസരിച്ച് കുറച്ച് വേരി ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം ക്ലാസ് മിസ്സാക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്ര മണിക്കൂർ വളരെയധികം ഫാക്കൽറ്റിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ ഫാക്കൽറ്റി മീറ്റുകൾ നമ്മൾ റെഗുലർ ആയിട്ട് വെച്ച് ഇത്ര മണിക്കൂർ കൊണ്ട് ഒരുവിധം 120-125 അവേഴ്സിന് അപ്പുറത്തേക്ക് നമ്മൾ ഈ കോഴ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്താലും നമുക്കൊരു പ്രാക്ടിക്കൽ നമ്മുടെ ജോബിനിടയ്ക്ക് പ്രാക്ടിക്കൽ ആയിട്ട് അപ്പൊ ആ നിങ്ങളുള്ള സമയം മാക്സിമം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ചെയ്യാവുന്നത് ഇത്തരം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടഫ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ അറിയിക്കുകയാണെങ്കിൽ അത്തരം ടോപ്പിക്കുകൾ വീണ്ടും ഒരു ക്രാഷ് കോഴ്സുകളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ടോപ്പിക്സ് എല്ലാം നോട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഹോളിഡേയ്സിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഒരു അഡീഷണൽ ക്ലാസ്സുകൾ തന്ന്
നിങ്ങളെ ജയിപ്പിക്കാൻ ആ ഒരു റിക്വയർമെന്റ് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ ഈ തരുന്ന ടൈം ടേബിളിൽ നമ്മൾ ഇനിയിപ്പം സ്ട്രെച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതെല്ലാം അതിനെ ഇത് മാറ്റും. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെയും കൺസേൺ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനെ അറിയിക്കുന്നതാണ് തീർച്ചയായും നല്ലത്. എന്റെ ഈ ടോപ്പിക്കുകളിൽ കുറച്ചുകൂടെ അപ്പം അതിന്റെ റിക്വയർമെന്റ് ഞങ്ങൾക്ക് ഒരു ഗ്യാദർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ഇത്രയധികം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ ബാങ്കിങ് എഫേർട്ടിനിടയ്ക്ക് നിങ്ങൾക്കുള്ള ഇത് ടേക്കപ്പ് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ ആ ആസ്പിറേഷൻ എല്ലാം അറിയാം. അപ്പൊ നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായ ആഗ്രഹമുള്ളവരാണ് IBS ഉള്ള എല്ലാവരും. അത് ഞാൻ മാത്രമല്ല, നമ്മുടെ ഫാക്കൽറ്റീസ് മാത്രമല്ല, നമ്മുടെ ഈ കോർഡിനേറ്റേഴ്സ് എല്ലാവരും നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരം എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തു തരാം. ഓക്കെ. അപ്പൊ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റിക്വയർമെന്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഓരോരുത്തരുടെ റിക്വയർമെന്റ് അറിയിച്ചോളൂ. ഇപ്പൊ സാറിന്റെ ABFM അത് ക്ലാസ് എടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ ആ കോർഡിനേറ്ററെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് പൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ പൂൾ ചെയ്തിട്ട് ആ ക്ലാസ്സുകൾക്ക് വേണ്ട അഡീഷണൽ സപ്പോർട്ട് മറ്റൊരു ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇതാണ് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്കത് ചെയ്യാം. യെസ്, നിങ്ങളുടെ കമന്റ്സ് ഒന്നും നമ്മുടെ ക്ലാസിന്റെ ഒരു ഇന്നത്തെ ഒരു ക്ലാസിന്റെ ഒരു ഇമ്പാക്ട്, നിങ്ങൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു, നമ്മൾ സ്പെൻഡ് ചെയ്തു, നമ്മൾ ക്ലാസിന്റെ ഇമ്പാക്ട് ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അതിനകത്ത് നിങ്ങൾക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നും അത് നമ്മുടെ ഇത്തവണത്തെ തീരുമാനവും നിങ്ങൾക്ക് അറിയിക്കാം. യെസ്, ഇത്തവണ ജയിക്കാൻ തീരുമാനിച്ചു എന്നത് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത്തവണ ജയിക്കാൻ അതവിടെ നമ്മുടെ ഒരു ഫാക്കൽറ്റി പറഞ്ഞു, ഞാൻ പ്രിസൈസ് ആയിട്ട് ഓർക്കുന്നില്ല ആരാണ് പറഞ്ഞതെന്ന്. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ആരും മോശക്കാരല്ല, ബാങ്കിലിരിക്കുന്ന ആരും മോശക്കാരല്ല. ബാങ്കിങ് ഇതിനേക്കാൾ എത്രയോ ടഫായിട്ടുള്ള എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നത്. ഇതിനേക്കാൾ എത്രയോ മടങ്ങ് എഫർട്ട്. പക്ഷെ അന്ന് നമുക്ക് കുറച്ചുകൂടെ സമയമൊക്കെ ഉണ്ടായിരുന്നത് ശരി തന്നെയാണ്. പക്ഷെ ഇന്നത്തെ മെച്യൂരിറ്റി അന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ കോൺഫിഡൻസ് അന്നുണ്ടായിരുന്നു പറയാൻ പറ്റില്ല. യങ്സ്റ്റർ എന്ന നിലയിൽ അന്നത്തെ അച്ചീവ്മെന്റ് അല്ല ഇന്ന് നിങ്ങൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പറ്റും, നമുക്ക് എഫേർട്ട് എടുക്കാം. യെസ്, ഇന്ന് നമ്മൾ സമയം കുറെ എടുത്തു അല്ലെ? 9:51. നമ്മുടെ ക്ലാസ് എല്ലാം 9:30 ലിമിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ തന്നെയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കാര്യമായിട്ട് നിങ്ങളോടൊപ്പം ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, കാരണം ഇത്തവണ നമുക്ക് റിസൾട്ട് വേണം. കഴിഞ്ഞ 2023 ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്കും അത്ര ഹാപ്പി വർഷമല്ല. ഞങ്ങൾക്ക് ഒന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിസൾട്ട് വരേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇത്തവണ ഞങ്ങൾക്കൊരു വലിയൊരു എക്സ്പെക്ടേഷൻ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തയ്യാറായിക്കൊണ്ട് വന്നിട്ടുള്ള ടീമാണ് ഇത്തവണ ഞങ്ങൾ. JBയിൽ ഇപ്രാവശ്യത്തെ അറ്റൻഡൻസ് നമ്മൾ ക്ലാസ് തുടങ്ങി അറ്റൻഡൻസിൽ തന്നെ വ്യക്തത, ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അറ്റൻഡൻസ് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സുമായിട്ട് വന്ന ഒരു ടീം എന്ന ഒരു ഇതും നമുക്ക് ഇത്തവണ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തവണ നിങ്ങൾ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് IBSന് ഇത്തവണത്തെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ്. ഇത്തവണ എല്ലാ ഫാക്കൽറ്റീസും അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യാവുന്നു. ഞാനും അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ എല്ലാ അതിനിടയ്ക്ക് വേണ്ടി വന്നാൽ ഒരു ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന്റെ ഡ്യൂ കോഴ്സിൽ നമ്മൾ ചോദിക്കാനൊക്കെ തയ്യാറാവും. അപ്പൊ നിങ്ങളും ഇനീഷ്യേറ്റീവ് എടുക്കണം, നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവണം, വളരെ ആക്റ്റീവ് ആവണം. നിങ്ങളുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള 1-2 ക്വസ്റ്റ്യനുകൾക്ക് ചർച്ചകൾക്ക് നിങ്ങൾ തയ്യാറാവണം. അത് നിങ്ങൾക്കും പ്രയോജനം ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് നിങ്ങൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റിലോട്ട് വന്നാൽ ഓഫ്കോഴ്സ് ഞാനും നമ്മുടെ ഫാക്കൽറ്റി ടീമും എല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമുക്ക് വലിയൊരു ലേണിംഗ് ഇതാക്കി മാറ്റാം. തീർച്ചയായിട്ടും ആരും ഭയക്കണ്ട, ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല, ഞാൻ അഷ്വർ ചെയ്യുന്നു, ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രേ ഉള്ളൂ. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ലെവൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രാവിലെകളും ഒരുപാട് ലേറ്റ് നൈറ്റും ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു 3 മാസം ഒന്നും അല്ല ഇരുന്നേക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാം, നമ്മളത് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ലേറ്റ് ആയിട്ട് ഇരിക്കാം, അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്കുണ്ടാകുന്ന മാറ്റവും അഡീഷണൽ നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ നമ്മളെ തടുക്കാൻ നമ്മളെ ആർക്കും, അതായത് നമ്മുടെ ഒരു ഫാക്കൽറ്റി ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പേടിക്കേണ്ട, നമ്മളോടൊപ്പം ഉണ്ടാവണം. അത് മാത്രമേ ഞാൻ എപ്പോഴും പറയൂ. നമ്മുടെ ക്ലാസ്സിലൂടെ വെക്കുന്നത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ പറ്റില്ല, നമ്മളോടൊപ്പം ഉണ്ടാവണം, അത് നിർബന്ധമാണ്. ഇവിടെ ചോദിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് മെറ്റീരിയൽസ് മാത്രം ഉണ്ടാവുമോ എന്നുള്ളത്. നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഇന്നിപ്പോ മാഡം ഇത് ഷിനു അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ടാണ്, ഇത് ക്ലാസ്സിലുള്ളപ്പം ഇത് കേട്ടിട്ടാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റിയും അതും വളരെ ഇമ്പോർട്ടൻറ്റ്. അത്രേ ഉള്ളൂ.
നമ്മൾ റെക്കോർഡഡ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ആഡഡ് റെസ്പോൺസിബിലിറ്റി വേണം. മുമ്പ് നമ്മുടെ ഒരു ഫാക്കൽറ്റി പറഞ്ഞ പോലെ × 2 × 3 ഓടിയിട്ട് കാര്യമില്ല. വളരെ പേഷ്യൻസ് ആയിട്ട് ടൈം അലോക്കേറ്റ്. നമുക്ക് ഈ പറഞ്ഞ ടൈം ചിലപ്പം മോർണിംഗ് ടൈമും പറ്റുന്നില്ല, ഈവനിങ് ടൈം പറ്റുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഒരു 10 മണി മുതൽ 12 മണി വരെ പറ്റുമായിരിക്കും. ആ സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ടൈം അതായിരിക്കും. നമ്മളെ തള്ളി പറയുന്നില്ല. ഓഫ് കോഴ്സ് ആ സമയത്ത് നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോ എടുത്ത് 10 to 12 നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് ഇരിക്കാൻ പറ്റിയാൽ ഇറ്റ് മേക്ക് സെൻസ്. അഗെയിൻ ഇറ്റ് മാറ്റേഴ്സ്. അതിനെ തള്ളി പറയാൻ പറ്റില്ല. അപ്പം വേണ്ടത്ര സീരിയസ്നെസ്സുമായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ മതി, ധാരാളം മതി. യെസ് തീർച്ചയായിട്ടും നമ്മൾ കോൺഫിഡൻസ് നിങ്ങൾ ഇന്നത്തെ നിങ്ങൾക്ക് കോൺഫിഡൻസ്, നിങ്ങൾ എത്രയോ പേർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലേക്ക് ട്രൈ ചെയ്യുന്നത് നിങ്ങളൊരു എന്താ പറയാ റെഗുലർ ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ല. പല കാര്യങ്ങൾക്ക് ഇടയ്ക്ക് വേണം അത് ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് ഒരു ഉന്തും തള്ളും ഒക്കെ വേണം. പണ്ടൊക്കെ നമ്മളിപ്പം ബാങ്കിൽ ഇരിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, അല്ലെ ഡിഗ്രി കഴിഞ്ഞാണ് ബാങ്കിൽ എത്തിയത്. ഇതൊക്കെ എത്താനുള്ള കാരണം നമ്മൾ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പാരന്റ്സ് ഒക്കെ വലിയ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഉന്തും തള്ളും എഫക്ട്, നമ്മൾ പുഷ് ആൻഡ് പുൾ എഫക്ട് എന്ന് പറയും. ഇവിടെ ആ പാരന്റ്സ് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ അവരുടെ ജോലി അവർ വിഡ്രോ ചെയ്തു. ആ റോളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ അന്ന് നിങ്ങൾക്ക് ചെറുപ്പകാലം പോലെ കിട്ടിക്കൊണ്ടിരുന്ന ആ മോട്ടിവേഷനും ആ ശാസനയും ഒക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞിരിക്കും. എനിക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ കുറച്ചൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയില്ലായിരിക്കും ചിലപ്പോൾ ദേഷ്യം വരുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പൊ ചിലപ്പോൾ ഞാൻ ചിലപ്പം വഴക്കൊക്കെ പറഞ്ഞിരിക്കും. അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളിത് പാസ്സാകുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഒരു എന്താ പറയാ കാറ്റടിച്ച് കയറ്റാൻ, ബലൂണില് കാറ്റടിച്ച് കയറ്റാൻ ഞങ്ങൾ തയ്യാറാവും. കാറ്റടിച്ചു വിടാൻ നിങ്ങളായിട്ട് തയ്യാറാവരുത്. ഓക്കെ. അത് നിലനിർത്താനായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ജയിക്കണം. ഇത്തവണ ജയിക്കണം. ഓക്കെ. ഇത്തവണ നമുക്ക് ജയിക്കാൻ തന്നെ തീരുമാനിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ആർക്കെങ്കിലും? ധാരാളം നമ്മുടെ ക്ലാസ്സുകൾ വളരെയധികം യൂസ്ഫുൾ ആയെന്നാണ്. തീർച്ചയായും നമ്മുടെ ക്ലാസ് നോക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഡെയിലി ബേസിൽ വരുന്നുണ്ടാവില്ല. നല്ല ക്ലാസ്സുകൾ നിങ്ങൾ ഓഫർ ചെയ്യാം, നല്ല സപ്പോർട്ട് ഓഫർ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് തരേണ്ട അഷ്വറൻസ് ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സുകൾ മിസ്സാക്കില്ല, അറ്റൻഡ് ചെയ്യാം. ഇൻ കേസ് ക്ലാസ്സുകൾ നമുക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് ഞങ്ങൾ ശരിക്കും യൂസ് ചെയ്യും, ശരിക്കും യൂട്ടിലൈസ് ചെയ്യുമെന്ന് അങ്ങ് തീരുമാനം എടുക്കുക. റെക്കോർഡഡ് വീഡിയോസ്. അപ്പൊ അങ്ങനെ മോർണിംഗ് ഈവനിങ് ചിലപ്പോൾ യാത്ര ചെയ്യുന്നവരുണ്ടാവും, ദൂരെ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റിങ്സ്, യാത്ര ചെയ്യുന്നവരുണ്ടാവും. 2 ടൈമും കൺവീനിയന്റ് ആയിരിക്കില്ല. പക്ഷെ എന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ 3 മാസം ബാക്കി എല്ലാ പരിപാടികളും അത്യാവശ്യം മാറ്റിവെച്ച് ഇത് ഞാൻ ജയിക്കാൻ വേണ്ടിയിരിക്കും. ബാക്കി എല്ലാവരും ഞാൻ അത്യാവശ്യം നോന്നൊക്കെ അങ്ങ് പറയും. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും, ഒക്കെ പറ്റും. പക്ഷെ ഞാൻ തന്നെയാണ് അപ്പൊ 3 മാസത്തേക്ക് ഞാൻ പലതിനോടും നോന്ന് പറയും. നോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നിൽക്കും. എന്നിട്ട് ആ ഒരു 3 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ജീവിതത്തിൽ ഞാൻ അതിനെപ്പറ്റി ഓർത്ത് ഒരിക്കലും ദുഃഖിക്കത്തില്ല. അത് കഴിഞ്ഞു, അതെന്റെ ഒരു ഇതായി. പിന്നീട് അടുത്ത ടാസ്ക് ഞാൻ പിന്നെ എന്നെടുക്കുന്നു എന്നുള്ള പിന്നത്തെ കാര്യം. അപ്പം അതാ ഞാൻ പറയുന്നത്, നമ്മളെടുത്ത തീരുമാനമാണ്. അപ്പൊ നമ്മളത് വിജയിപ്പിക്കാൻ നമ്മൾ ആ ടൈമിലുണ്ട്. അപ്പൊ ആ ഒരു ഓരോ പീരീഡ് ഓഫ് ടൈം നമുക്ക് ആ കോൺഫിഡൻസ് നിർത്തി നമ്മൾ വർക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രയും പേര് ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വിജയം. പക്ഷേ IBSന്റെ മാർക്കറ്റിംഗ് ലെറ്ററിലുണ്ട് ജോയിൻ അസ്, പിന്നെ എൻജോയ് സക്സസ് എന്നാണ് അല്ല തീരുന്നത്. ജോയിൻ അസ്, എൻജോയ് സക്സസ് എന്ന 2 വേർഡ് അല്ല. ജോയിൻ അസ്, പ്രിപ്പയർ വെൽ, എൻജോയ് സക്സസ് എന്നാണ്. അപ്പൊ നിങ്ങളെ വിളിക്കുന്നത് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം. അപ്പൊ അതിന് നിങ്ങൾ ഉണ്ടാവണം. അവിടെ ആ ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാവും. യെസ്, ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൈം 10 മണിയായി. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മളത് ഇത് ജെയിംസ് സർ, സിയാസ് സർ, ഗണേഷ് സർ, ഞാനത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല യൂസ്ഫുൾ ആണെന്ന് അവർ എൻഡോർസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് 5 മിനിറ്റൂടെ വീണ്ടും ഇരിക്കാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ഇരിക്കാം. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നവര് നിങ്ങളുടെ കമന്റ്സ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഇറങ്ങാം. അറ്റ്ലീസ്റ്റ് നല്ല ഒരു ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇന്ന് പിരിയാം. ഓക്കെ. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ്. ഒത്തിരി പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റി. ഇത്തവണ പലരും ഇതിൽ വോവ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ജയിക്കും എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരും നമ്മുടെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു ഫെലിസിറ്റേഷൻ പ്രോഗ്രാം വെക്കും. അതിലെല്ലാവരും ഉണ്ടാവും. CIB കംപ്ലീറ്റ് ചെയ്യണം. ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അത്. നമ്മുടെ ഫാക്കൽറ്റി പറഞ്ഞു പോയിട്ട് വിഷ്വലൈസ് ചെയ്യണം ആ മൊമെന്റ്. യെസ്, CIB കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ. Good night, sir. Good night to all. Good night, sir. Thank you very much. Okay, we can wind up. Good night. Good night to all. Night. Good night and all the best. Thank you, Hari and all other coordinators.
പിന്നെ ഒരു കാര്യം കൂടെ വിഡ്രോ ചെയ്യുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഇങ്ങനെ വിളിക്കും, ഇടയ്ക്ക് നിങ്ങളെ വിളിച്ച് പഠിക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കും. അവരെ ആരും വഴക്ക് പറഞ്ഞു കളയരുത്, നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നവരാണ് അവര്. അപ്പൊ അവരെ വിളിക്കുമ്പം നിങ്ങൾ തിരക്കാണെങ്കിൽ പിന്നീട് വിളിക്കാന്ന് പറയുക. IPSന്റെ കോർഡിനേറ്റേഴ്സ് നമ്പർ സേവ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ബാക്ക് എൻഡിൽ നമ്മുടെ ഹരിയുടെ നമ്പറൊക്കെ സേവ് ചെയ്യുക. അവർക്കൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളോടൊപ്പം കോർഡിനേറ്റേഴ്സും ഉണ്ടാവും, അവരെ എൻകറേജ് ചെയ്യുക വിളിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു.